ജയ് ഭീം, ജയ് മുരളിവാസു, നമോബുദ്ധായ. ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് അടിസ്ഥാന ജനതയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു വിമോചനം അതെങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ചിട്ട് നമുക്കറിയാം, ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മളെ വേട്ടയാടുന്നത് അല്ലെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു നമ്മുടെ അറിവിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ നിലനിൽപ്പുണ്ട്. അതായത് ഇതിൻ്റെ പരിഹാരത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും പലരും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിഹാരത്തിലോട്ടാണ് നമ്മുടെ മിക്ക ആളുകളും പോകുന്നത്. ഇന്ത്യയിൽ ബേസിക്കലി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് അത് വിദ്യാഭ്യാസം, ആരോഗ്യം, അതല്ലെങ്കിൽ മറ്റുള്ള പല മേഖലകളും നമുക്കുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിലുള്ള പല മേഖലകളും നമുക്കുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതാണ് സത്യത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്? ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മതവും ജാതിയും തന്നെയാണ്. പക്ഷേ അത് പറയുന്ന വേടനെ പോലുള്ള ഇല്ലെങ്കിൽ നമ്മെപ്പോലുള്ള ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഞങ്ങളിവിടെ സംസാരിക്കരുത്, അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് ഇവിടെ അതിനെതിരെ സംസാരിക്കരുത്. അതിവിടെ മൂടി വെച്ച് അവിടെ നിലനിർത്തിക്കോണം. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ബേസിക്കലി എല്ലാവരും ഇപ്പോൾ നമ്മൾ അറിയാം, ഇലക്ഷനൊക്കെ വരുമ്പോൾ ഈ മതവും ജാതിയൊക്കെ നോക്കിയിട്ട് നിർത്തുന്നതല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ടൊന്നുമില്ല ഇവിടെ പലപ്പോഴും ഇലക്ഷൻ പോലും നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് മതവും ജാതിയും തന്നെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ മുന്നേറ്റം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ പരിഹരിക്കുക, ശരിയായ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് പലർക്കും അറിയത്തില്ല. നമ്മളിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് രാഷ്ട്രീയം വേറെയും മതം വേറെയും എന്നുള്ള തരത്തിലാണ്. അതായത് ഞാൻ പറഞ്ഞത്, അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ അങ്ങനെ തന്നെയാണ് അതിനെ കൊണ്ടുപോകുന്നത്. പക്ഷേ സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അവഗാഹമില്ലാത്ത ആളുകൾ അതിനെ കാണുന്നത് അങ്ങനെയല്ല. അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ മതവും ആത്മീയതയും ഈ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തി വെക്കുന്നതും, അങ്ങനെ ബന്ധപ്പെടുത്തി വെക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസവും മറ്റുള്ള സാംസ്കാരിക തലത്തിലുള്ള ഉന്നമനവും പാർപ്പിടവും അതുപോലെ ആരോഗ്യവും അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടാതെ അവസര സമത്വവും കിട്ടാതെ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും അറിയില്ല. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ വരേണ്ടത് അതിൽ കൂടെ തന്നെയാണെന്നുള്ളതാണ്. അതായത് അവർ മുന്നോട്ട് വെക്കുന്ന അസമത്വത്തിൻ്റെ ഒരു ആത്മീയത മുന്നോട്ട് വെക്കുമ്പോൾ പകരം നമ്മൾക്കൊരു സമത്വത്തിൻ്റെ ആത്മീയത തന്നെ മുന്നോട്ട് വെക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്. അത് പലർക്കും അറിയത്തില്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അജിത് സാർ ഇന്ന് നമ്മളോട് പറയും. വന്നിരിക്കുന്ന മണി സാർ, സാജൻ സാർ, പ്രസാദ് സാർ, സെൽവ സാർ, രാജു സാർ, സുരേഷ് ബാബു, ഹാപ്പി, സുർവാഷ മാം, എല്ലാവരെയും സാർക്കും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അജിത് കുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നന്ദി രഞ്ജിത്ത്. അപ്പോ എല്ലാവരും അവരവരുടെ മൈക്കുകൾ ഒന്ന് മ്യൂട്ട് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനുള്ള സമയത്ത് നമുക്ക് മൈക്ക് ഓൺ ആക്കാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇന്നത്തെ നമ്മുടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റാപ്പർ വേടൻ നേരിടുന്ന അല്ലെങ്കിൽ വേടൻ മുമ്പോട്ട് ഉന്നയിച്ച പ്രശ്നങ്ങളും അംബേദ്കർ അതിനായിട്ട് നിർദ്ദേശിച്ച പരിഹാരങ്ങളുമാണ്. എന്താണ് റാപ്പർ വേടൻ മുന്നോട്ട് വെച്ച പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ജാതി എന്ന പ്രശ്നമുണ്ട്, ജാതിയുടേതായിട്ടുള്ള അസമത്വങ്ങളുണ്ട്, ചൂഷണങ്ങളുണ്ട്. ഓരോരുത്തരെയും ഓരോ ജാതിയുടെ കള്ളിയിൽ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതനുസരിച്ച് ആൾക്കാരോട് പെരുമാറുന്നുണ്ട്.
ആൾക്കാരുടെ ജീവിതത്തിൽ, വിവിധ സാഹചര്യങ്ങളിൽ ഈ ജാതി എന്ന് പറയുന്നത് വലിയൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതിന്റെ അവശതകൾ അനുഭവിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പോട്ടുള്ള വളർച്ചയ്ക്കും പുരോഗതിക്കും ഈ ജാതി ഒരു തടസ്സമായിട്ട് മുമ്പിൽ നിൽക്കുന്നു എന്ന് തുടങ്ങി ജാതിയെ പറ്റിയുള്ള അനുഭവിക്കുന്ന ആളുകളുടെ കൺസേൺ ആണ് വേടന്റെ പാട്ടുകളിലൂടെ വേണം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അതായത് ഒരു പ്രശ്നമുണ്ട് എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തുറന്ന് സംസാരിക്കുക അല്ലെങ്കിൽ തുറന്ന് ജാതി ഉണ്ടെന്ന് പറയുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു വലിയ അരുതായ്മയാണ്, അല്ലെങ്കിൽ ഒരു ടാബു ആണ്, അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയൊക്കെ പറയാമോ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന രീതിയിൽ അതിനെ മൂടി വെച്ച് സംസാരിക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മുടെ കേരളത്തിൽ കുറെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നത്. അവിടെ ഇവിടെയും ആരെങ്കിലുമൊക്കെ ജാതിയെപ്പറ്റി ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നവരെ ജാതിവാദികളാക്കി, അല്ലെങ്കിൽ ജാതി പറഞ്ഞ് ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത ഒരു നാട്ടില് വെറുതെ അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജാതി പറഞ്ഞ് ഒരു ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ജാതിവാദികളാണെന്ന് പറഞ്ഞ് അവരെ മുദ്ര കുത്തി വായടപ്പിച്ച് മിണ്ടാതെ സൈഡാക്കി ഇരുത്തുന്ന ഒരു രീതിയായിരുന്നു കേരളത്തിൽ നിലവിലുണ്ടായിരുന്നത്. അപ്പോ ആ ഒരു മൂടിവെച്ച നീർക്കുമളയൊക്കെ പൊട്ടിച്ച് ആണ് വേടൻ തന്റെ പാട്ടിലൂടെ ഉറച്ച് പുതിയ തലമുറയോട് പറയുന്നത്, അല്ല, ഇവിടെ ജാതി ഉണ്ട്. ജാതി അനുഭവിക്കുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വീർപ്പുമുട്ടലാണ്. അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അതിന്റെ വേദന, അതിന്റെ ബുദ്ധിമുട്ടും മനസ്സിലാവുക. അല്ലാത്തവർക്ക്, ജാതിയുടേതായ തിക്തഫലങ്ങൾ അനുഭവിക്കാത്ത ആൾക്കാർക്ക് ജാതി ഉണ്ടെന്ന് സമ്മതിക്കാനും, കാരണം അവരതിന്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നവരാണ്. അങ്ങനെ ബെനിഫിറ്റ് അനുഭവിക്കുന്നവര് അങ്ങനെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെ മാറ്റാൻ അവർ സ്വാഭാവികമായി തയ്യാറാവത്തില്ല. കാരണം അവർക്കത് നിലനിൽക്കുന്നത് കൊണ്ട് അവർക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ മാറ്റാനായിട്ട് ആരെങ്കിലും മുമ്പോട്ട് വരികയോ അങ്ങനെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരികയോ ചെയ്യുന്നവരെയൊക്കെ നിശബ്ദരാക്കി അടിച്ചിരുത്താനുള്ള ഒരു 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 സ്വഭാവമാണ് അത്തരക്കാർ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജാതിയുടെ ബെനിഫിറ്റ് അനുഭവിക്കുന്നവർ ഇവിടെ ജാതി ഉണ്ടെന്ന് ഒരിക്കലും സമ്മതിക്കുകയില്ല, അല്ലെങ്കിൽ ജാതിയുടെ പ്രശ്നങ്ങളുണ്ട് എന്ന് സമ്മതിക്കുകയില്ല. അതായത് അതിനെതിരെ ഒരു കലാപം മനസ്സുകൊണ്ട് പോലും ആരെങ്കിലും ഉയർത്തുന്നതിനെ അവരനുകൂലിക്കത്തില്ല. പലപ്പോഴും അവർ പറയുന്നത് അത് ജാതി, അതൊരു പേര് മാത്രമാണ്. ഇപ്പം മേനോൻ എന്നൊക്കെ ഉള്ളതിന്റെ പേര് മാത്രമാണ്. അതിപ്പം വേടനുമായിട്ടുള്ള ഒരു അഭിമുഖത്തില് അനൂപ് മേനോൻ പറയുന്ന വാചകം അതാണ്, ഞാൻ അങ്ങനെ ഒരു ജാതിയായിട്ട് കണക്കാക്കിയിട്ടില്ല, അത് പേര് മാത്രമാണ്. അത് എത്രത്തോളം കാപട്യ നിറഞ്ഞ ഒരു പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്കി. ജാതി, അനൂപ് മേനോൻ എന്ന് പറയുന്നത് ജാതി തന്നെയാണ്, അത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്. എന്നാലും അതിനകത്ത് അതിനെ ന്യായീകരിച്ച് അതിൻ്റെ അകത്ത് അത് അങ്ങനൊന്നും അല്ല എന്ന രീതിയിൽ അതിനെപ്പറ്റി അധികം നിങ്ങൾ ബോധർ ചെയ്യണ്ട, അതിനെപ്പറ്റി അധികം സംസാരിക്കേണ്ട, അതൊരു ചർച്ചാ വിഷയമാക്കണ്ട എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് തള്ളിക്കളയാൻ നോക്കുന്നിടത്താണ് വേടൻ അതിനെ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അവന്റെ പാട്ടിലൂടെ അത് മുമ്പോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ ആ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറക്കെ പറയുന്നത് പോലും ഇതിനെ ഈ മൂടി വെക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഭയങ്കര പേടിയാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം, ചിന്തിക്കാം. ഈ മൂടി വെച്ച് പറയുന്ന ആൾക്കാർ തന്നെ പറയുന്ന മറ്റൊരു വാദമുണ്ട്. ഓക്കെ, ജാതിയൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കാര്യം അവർ സമ്മതിക്കുന്നുണ്ട്, പണ്ടുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നെയാണ് അവർ പറയുന്നത് ഇപ്പൊ ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ പണ്ടുണ്ടായിരുന്ന ജാതിയെ ഇല്ലാതാക്കാനായിട്ട് ഇവിടെ എന്തെങ്കിലും പരിപാടിയോ അതിന് വേണ്ടുന്ന ചികിത്സയോ ട്രീറ്റ്മെന്റോ നടന്നിട്ടുണ്ടോ കേരളത്തിൽ? തനിയെ അതങ്ങ് പോവില്ലല്ലോ. കാരണം നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ഒരു സംഗതി ഇപ്പൊ ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും കൃത്യമായി കാര്യമായി എന്തെങ്കിലും ചെയ്യണം. ഒരസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം വെറുതെ അങ്ങ് പോവില്ല, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടോ? എന്നിട്ടാണോ ഇവർ ഈ പറയുന്നത് ഇത് പോയി ഇപ്പൊ ഇല്ലല്ലോ എന്ന് പറയുന്നത്?
അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവരീ പറയുന്നത് അയിത്തമാണ് ഇല്ലാതായത് എന്നാണ് ഇവർ അർത്ഥമാക്കുന്നത്. പക്ഷെ അതും പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല. പ്രകടമായിട്ട് പണ്ട് ആൾക്കാരെ വഴിയിൽ വെച്ച് കണ്ടാൽ അടിക്കുക, തൊട്ടാൽ അടിക്കുക, വഴി നടന്നാൽ അടിക്കുക എന്ന് തുടങ്ങിയുള്ള പ്രകടമായ ചില അയിത്ത അയിത്ത പ്രയോഗങ്ങൾ ഇപ്പൊ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും സിനിമാ തിയേറ്ററിൽ ഒരുമിച്ച് പോകുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, എല്ലാവരും ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രകടമായ അയിത്തമില്ലാതായി എന്നാണ് ഇവർ അർത്ഥമാക്കുന്നത്. പക്ഷെ ജാതി എന്ന് പറയുന്നത് അയിത്തമല്ല. ജാതി എന്ന് പറയുന്നത് രണ്ട് സമൂഹങ്ങൾ തമ്മിൽ കൂടിച്ചേരാനുള്ള ബുദ്ധിമുട്ടിനെയാണ്. അതായത് വിവാഹങ്ങളിൽ കൂടി രണ്ട് വിഭാഗങ്ങൾക്ക് കൂടിച്ചേരാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ജാതി എന്ന് പറയുന്നത്. വിവാഹങ്ങളുടെ സമയത്താണ് ഈ ജാതി ഏറ്റവും പ്രകടമാകുന്നത്. അതിന് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പണ്ടത്തേതുപോലെയുള്ള അടിയും മുക്കാലി കെട്ടിയുള്ള അടിയും കഴുത്ത് വെട്ടലും പോലെയുള്ള പ്രധാനപ്പെട്ട ചില ശിക്ഷാവിധികൾ ഇപ്പോൾ ഇല്ല എന്നുള്ളത് കൊണ്ട് ചിലരെങ്കിലുമൊക്കെ ചില പ്രേമബന്ധങ്ങളിൽ പെട്ട് പരസ്പരം ചില ജാതികൾ തമ്മിൽ കല്യാണങ്ങൾ നടക്കുന്നുണ്ടാവാം. അത് ആ ഓരോ വ്യക്തികള് അവരുടെ മതത്തിനെയും അവരുടെ ജാതിയെയും ബന്ധുക്കളെയും ധിക്കരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ധിക്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ജാതി കൂടെ തന്നെയാണ് അയാളുടെ വിവാഹം നടക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ധിക്കരിച്ച് ചെയ്യുന്നതിനെ ഒരു കോമൺ സാധനമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിപ്പോ ഒരു 100 എണ്ണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 1000 എണ്ണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1 or 2 ആയിരിക്കും അത് ഉണ്ടാവും. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് രണ്ട് ബന്ധുക്കളുടെയും വീടുകളിൽ നിന്നും പിന്നെ കുഞ്ഞിന് പേരിടുന്ന സമയത്തും മറ്റു കാര്യങ്ങൾക്കൊക്കെ അത് ഉണ്ടാവുന്നുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ സമൂഹം പിന്തുടരുന്ന ആ വിവാഹം കഴിക്കാനുള്ള ഒരു തടസ്സം, എതിര്, ഒരു വിവാഹം ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്ന ആദ്യത്തെ പരിഗണന എന്ന് പറയുന്ന ഒരു ജാതിയാണോ എന്നുള്ളതാണ്. ആ ഒരു തടസ്സം ഇപ്പോഴും മാറിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഓരോരുത്തരെ കള്ളിയായിട്ട് തിരിച്ചു നിർത്തിയിരിക്കുന്ന ആ തിരിച്ചു നിർത്തലുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അയിത്തം എന്ന് പറയുന്നത് ഈ ഓരോ കള്ളിയിലുള്ള മുകളിൽ നിൽക്കുന്ന കള്ളിയിലുള്ള ആള് താഴെയുള്ള കളിയിലേക്കുള്ള ആളോട് ചെയ്യുന്ന മനോഭാവമാണ്. ആ മനോഭാവത്തെ മുകളിലിരിക്കുന്ന ആൾക്ക് എപ്പ വേണമെങ്കിലും അതിനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അതിനെ മാറ്റിവെക്കാം. മുകളിലിരിക്കുന്ന ജാതിയിലുള്ള ഒരാൾക്ക് ഇന്ന് താഴെയുള്ള ഒരാളോട് പരുഷമായ രീതിയിൽ അസഭ്യം വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ പറയാതിരിക്കാം, ഒതുക്കി വെക്കാം. അത് അയാളുടെ സൗകര്യമാണ്. പക്ഷെ അയാൾക്ക് എപ്പോഴും ആ രണ്ട് വ്യത്യസ്ത കള്ളികൾ ഉണ്ട് അവിടെ. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും അയാളുടെ പെരുമാറ്റം അയാൾക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അതിനുള്ള സൗകര്യം, അതിനുള്ള എന്താ പറയുക, ഒരു അറേഞ്ച്മെന്റ് അതിനകത്തുണ്ട്, സംവിധാനം അതിനകത്തുണ്ട്. അപ്പൊ അയിത്തത്തിനെ എപ്പോ വേണമെങ്കിലും അവർക്ക് പുറത്തെടുക്കണമെങ്കിൽ എടുക്കാം, എടുക്കണമെങ്കിൽ എടുക്കണ്ട, മാറ്റി വെക്കാം. പക്ഷെ ജാതികൾ എല്ലാം അവിടെ തന്നെ കൃത്യമായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇവര് പറയുന്നത് ജാതിയെ പറ്റി നമ്മൾ പറയുന്നത് കൊണ്ടാണ് ജാതി ഉണ്ടാവുന്നത്. സംവരണത്തിനകത്തെ കോളത്തിനകത്ത് നമ്മൾ ജാതി പറഞ്ഞ് സംവരണം വാങ്ങുന്നത് കൊണ്ടാണ് ജാതി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ സ്കൂളുകളിലെ കോളത്തിനകത്ത് ജാതി എഴുതുന്നത് കൊണ്ടാണ് ജാതി ഉണ്ടാവുന്നത്. അപ്പോ സംവരണം വരുന്നതിന് മുമ്പോ സ്കൂളുകൾ വരുന്നതിന് മുമ്പോ ഇവിടെ ജാതി ഇല്ലായിരുന്നോ? ഇനി മറ്റൊരു കാര്യം, നമ്മൾ ജാതിയെ പറ്റി പറയുന്നത് കൊണ്ടാണ് ജാതി ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്കൊരു 100 വർഷത്തേക്ക് ജാതിയെ പറ്റി മിണ്ടാതിരിക്കുക. ഇതിപ്പോ 2025 2125 വരെ 100 വർഷത്തേക്ക് നമ്മൾ മിണ്ടാതിരുന്നാൽ
2126 ആകുമ്പോ ജാതി പോകുമോ? എങ്ങനെ പോകും? മറന്നാൽ, മിണ്ടാതിരുന്നാൽ പോകുന്ന ഒന്നാണോ ജാതി? സംസാരിക്കാതിരുന്നാൽ പോകുന്ന ഒന്നാണോ ജാതി? സ്കൂളുകളിലെ കോളത്തിനകത്ത് എഴുതാതെ ഇരുന്നാൽ പോകുന്നതാണോ ജാതി? സംവരണം വേണ്ട എന്ന് വിചാരിച്ചാൽ പോകുന്നതാണോ ജാതി? അങ്ങനെ മിണ്ടാതിരുന്നാൽ ജാതി പോകുന്നതാണെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ ട്രൈ ചെയ്യാമായിരുന്നു, ജാതിയെ പറ്റി മിണ്ടായിരുന്നു. പക്ഷെ പോകുമോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ജാതിയെ പറ്റി നമ്മൾ മിണ്ടാതിരുന്ന ജാതി പോകുമോ? ഇപ്പൊ ഉണ്ടാവുന്ന ഓരോ കുട്ടികളിലെ അവർക്ക് ജാതി, അവരുടെ അച്ഛന്റെ ജാതി എന്തായാലും ആ കുട്ടിക്ക് ഉണ്ടാവും. ആ കുട്ടി വളർന്ന് വലുതായി, ആ കുട്ടിക്കും വലുതാവുമ്പോൾ, അതിന് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ആ മുമ്പുണ്ടായിരുന്ന പേരന്റിന്റെ ജാതി ആ കുട്ടിക്ക് കിട്ടും. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇത് എത്ര തലമുറ കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിങ്ങനെ പടർന്ന് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ എപ്പോഴാണ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പോകുന്നത്? ഇവരാരും ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല എന്ന് വിചാരിക്കുക. വീടുകൾ ഇതിനെപ്പറ്റി സംസാരിക്കാതിരുന്നാൽ പോകുമോ? ഇത് പോകണമെന്നുണ്ടെങ്കിൽ പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ഇതിനെപ്പറ്റി ചിന്തിക്കാതെ, ഇതിനെപ്പറ്റി ഒരു കൺസേൺ, ഒരു പരിഗണനയ്ക്ക് പോലും എടുക്കാതെ ഇത് വിവാഹം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് കേരളത്തിൽ അതിനുള്ള സൗകര്യമുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനത്തെ സൗകര്യമുണ്ടോ? പലരും ചെയ്യുന്നത് സ്വന്തമായിട്ട് അവരുടെ ഇഷ്ടപ്രകാരം അവര് ധിക്കരിച്ച് ചെയ്യുന്നതാണ്. ബന്ധുക്കളെയോ അവര് പിന്തുടരുന്ന മതത്തിനെയോ ധിക്കരിച്ച് ചെയ്യുന്ന പ്രേമവിവാഹങ്ങൾ മാത്രമാണ് ജാതിക്ക് വിരുദ്ധമാകുന്നത്. പക്ഷെ സമൂഹത്തിന്റെ ഫോളോ ചെയ്യുന്ന റൂൾസ് അനുസരിച്ച് ഇപ്പോഴും അത് പോയിട്ടില്ല. അപ്പോ മിണ്ടാതിരുന്നാൽ പോകും എന്ന് പറയുന്ന ആ ഒരു വാദം, അത് ഇവർ പറയുന്നത് മുമ്പോട്ട് വെക്കുന്നത്, അപ്പം വേടൻ ഇത് കൃത്യമായിട്ട് മുമ്പോട്ടേക്ക് പറയുന്നുണ്ട്. ഇത്രയും വർഷമായിട്ട് അത് പോയിട്ടില്ല എന്നുള്ളതിന്റെ സൂചനയാണ് വേടൻ പറയുന്നത് ഇവിടെ ഇതുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വരുന്ന എതിരഭിപ്രായങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് അവർ പറയുന്ന മറ്റൊരു വാചകം കൂടിയുണ്ട്, എതിര് പറയുന്ന ആൾക്കാർ. ഇവിടെ നവോത്ഥാനം വന്ന മണ്ണാണ്, നാരായണഗുരു ഒക്കെ ഇവിടെ നവോത്ഥാനം ഉഴുതുമറിച്ചിട്ട മണ്ണാണ്. ഈ കേരളത്തിൽ ജാതി ഇല്ലാത്ത ഈ സ്ഥലത്ത് റാപ്പർ വേടൻ ജാതി കൊണ്ടുവരികയാണ്. നവോത്ഥാനം കൊണ്ട് സത്യത്തിൽ ജാതി പോയോ? നവോത്ഥാനം എന്ന് പറയുന്ന ആ ഒരു വർക്ക് ജാതിയെ എത്രത്തോളം കളയാൻ സഹായിച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ടോ? അത് നാരായണഗുരു പോലും ഏറ്റവും അവസാനമായപ്പോ SNDP-യില് ഈഴവര് താഴെയുള്ള ജാതികളോട് കാണിക്കുന്ന പെരുമാറ്റം കണ്ടിട്ട് വളരെയധികം ഖിന്നനായിട്ട്, വളരെയധികം അസ്വസ്ഥനായിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ളവരോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തത് കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ലെന്ന്. ഇവർ നായന്മാരെ പോലെ പെരുമാറുകയാണ്. അതായത് ചെയ്ത ആ പ്രവൃത്തി ഒന്നും തന്നെ ഫലത്തിൽ എത്തിയില്ല എന്ന് സ്വയം നാരായണഗുരുവിന് തന്നെ ബോധ്യമായത്. എന്തുകൊണ്ടാണ് നാരായണഗുരുവിന്റെ ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്യാതെ പോയത്? നമ്മളിപ്പോ ഒരു അസുഖമുണ്ട്, ആ അസുഖത്തിന് പല ഡോക്ടർമാർ ചികിത്സിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അസുഖത്തിന്റെ കാരണം മനസ്സിലാക്കി ആ അസുഖത്തിന് കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരാൾക്ക് മാത്രമേ അസുഖത്തെ ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെ കൃത്യമായി അതിനെ മനസ്സിലാക്കുക, അതിന്റെ മൂല കാരണം മനസ്സിലാക്കി അതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കാത്ത ഡോക്ടറുടെ ചികിത്സ ഫലിക്കില്ല. അതാണ് നാരായണഗുരുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. നാരായണഗുരുവിന് സ്വയം മനസ്സിലായി അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഫലിച്ചില്ല. അദ്ദേഹം കുറച്ച് പോരാട്ടം നടത്തി, അതായത് കുറച്ച് ചികിത്സകൾ നടത്തി നോക്കി, പക്ഷെ അത് ഫലിച്ചില്ല. നാരായണഗുരുവിന്റെ കാലത്ത് തന്നെ സ്വന്തം SNDP-ക്ക് അകത്ത് തന്നെ അവർ മറ്റുള്ളവരോട് ജാതിയുടെ രീതി കണ്ണുകളോട് കൂടി പെരുമാറുന്നത് നാരായണഗുരുവിന് കാണേണ്ടി വന്നു. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ഫലിച്ചില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ഒന്ന്, അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തി. അതായത്
വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാനും പ്രാണപ്രതിഷ്ഠ നടത്താനും ബ്രാഹ്മണർക്ക് മാത്രമല്ല ഞങ്ങൾക്കും കൂടെ അതിനുള്ള അവകാശമുണ്ടെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം, ഒരു പോരാട്ടം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഓരോ ജാതിക്കാരും അവരുടേതായിട്ടുള്ള കുറെ അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറെ കുലദൈവങ്ങൾ, കുറെ തറവാട്ട് അമ്പലങ്ങൾ കുറെ പേർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജാതി പോയോ? ഓരോ വിഭാഗക്കാരും അവരുടേതായിട്ടുള്ള കുലദൈവത്തെ വെച്ച് ഓരോരോ അമ്പലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് ജാതി പോകും? പോയില്ലല്ലോ. പിന്നെ പറഞ്ഞ ട്രീറ്റ്മെന്റ് എന്താണ്? ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. അത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിനെപ്പറ്റി മിണ്ടാതിരുന്നാൽ പോകുമെന്നാണ് പുള്ളി കരുതിയത്. ആ ട്രീറ്റ്മെന്റ് ഫലിച്ചില്ല, അതുകൊണ്ട് അത് പോകുന്നില്ല. അപ്പൊ എങ്ങനെയാണ് അത് കളയേണ്ടതെന്നുള്ളതിൽ പുള്ളിക്കാരന് കൃത്യമായ പിടിപാടില്ലായിരുന്നു, ഒരു ഗ്രാഹ്യമില്ലായിരുന്നു. അതുകൊണ്ട് അത് പോയില്ല. അങ്ങനെ പോവാതെ, ഫലവത്താവാതെ, ഫലിക്കാതെ പോയ ഒരു ചികിത്സയുടെ പേരാണ് നവോത്ഥാനം എന്ന് പറയുന്നത്, കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുന്നത്. അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ വഴി നടക്കാനും പൊതുസ്ഥലങ്ങളിൽ കൃത്യമായി നമുക്ക് എല്ലാ ആൾക്കാർക്കും പോകാനുള്ള ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം, വിലക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിച്ചു കയറാനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ എടുത്ത് കിട്ടി, അല്ലെങ്കിൽ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് പോരാട്ടം നടത്തി കിട്ടി എന്നുള്ളതല്ലാതെ ജാതി പോകുന്ന ചികിത്സ അവിടുന്നും കിട്ടിയില്ല. അദ്ദേഹത്തിനും ജാതി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനെ ക്ലിയർ ആയിട്ട് ചികിത്സ കൊടുത്ത് നശിപ്പിക്കാൻ പറ്റിയില്ല. അയിത്തത്തിനെയാണ് ഇവരൊക്കെ ഈ ജാതി എന്ന് പറയുന്നത് കാണുന്നത്. അയിത്തം എന്ന് പറയുന്നത് ജാതി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മനോഭാവം, ഒരു പ്രയോഗം മാത്രമാണ്. ജാതി ഉണ്ടെങ്കിൽ ജാതിയിലിരിക്കുന്ന ഒരാൾക്ക് താഴെയുള്ള ജാതിക്കാരനോട് വേണമെങ്കിൽ കാണിക്കാം, വേണ്ടെങ്കിൽ കാണിക്കണ്ട എന്ന് പറയുന്ന ഒരു സൗകര്യപ്രദമായ ഒരു മനോഭാവ പ്രകടനം മാത്രമാണ് ഈ അയിത്തം എന്ന് പറയുന്നത്. അതല്ല ജാതി. ജാതി എന്ന് പറയുന്നത് വിവാഹത്തെ പറ്റി പറയുമ്പോഴാണ് ജാതി ഏറ്റവും പ്രകടമാകുന്നത്. വിവാഹം കഴിക്കണ സമയത്ത് ഇങ്ങനെ ഒരു കൺസിഡറേഷൻ, ഒരു പരിഗണന വരുന്നുണ്ടെങ്കിൽ അവിടെ ജാതി ഉണ്ട്. രണ്ട് കൂട്ടർ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ ജാതി എന്ന് പറയുന്നത്. അതിപ്പോഴും ഉണ്ട്, അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതിന്റെ പ്രധാന കാരണം എന്താണ്? അവിടെയാണ് ഇവരുടെ ഈ ഡയഗ്നൈസിസ്, ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്യാന്ന് പറയും. അതായത് ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്ന് പറയും. എന്താണ് ഈ ആൾക്കാരെ പരസ്പരം തട്ടായിട്ട് നിർത്തിയിരിക്കുന്നത്, കള്ളിയായിട്ട് നിർത്തിയിരിക്കുന്നത്? ഇത് ലയിപ്പിച്ച് ഡിസോൾവ് ചെയ്ത് കളയാൻ പറ്റാത്തത് എന്താണ്? വിവാഹം കഴിക്കുന്ന സമയത്ത് ഇവർക്ക് ഇങ്ങനത്തെ ഒരു പരിഗണന അവരുടെ മനസ്സിലേക്ക് വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മുടെ അന്വേഷണം കുറച്ചും കൂടെ ആഴത്തിലേക്ക് പോവുകയാണ്, ഡീപ്പായിട്ട് റൈറ്റ് കോസിലേക്ക് പോവുകയാണ്. വിവാഹം കഴിക്കുമ്പോ അല്ലെങ്കിൽ വിവാഹത്തെ പറ്റി ആലോചിക്കുമ്പോ ഇങ്ങനെ ഒരു പരിഗണന മനസ്സിലേക്ക് വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? നമ്മുടെ മാട്രിമോണിയൽ പേജുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. പത്രത്തിനകത്തൊക്കെ 3-ാം പേജോ എത്രാമത്തെ പേജാണെന്ന് അറിയത്തില്ല, അതിനകത്ത് ആ മാട്രിമോണിയൽ പേജസിനകത്ത് മുഴുവൻ ഇത് തന്നെയാണ്, ഇന്നും നാളെയും. എന്നിട്ടാണ് ഇവര് പറയുന്നത് ജാതിയെ പറ്റി നമ്മൾ പറയുമ്പോൾ മാത്രമാണ് ജാതി ഉണ്ടാകുന്നത്. ഒരു പ്രശ്നത്തിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ പ്രശ്നമുണ്ട് എന്ന് ആദ്യം ഉറപ്പിക്കണം, അതിനെ അംഗീകരിക്കണം. എന്നാൽ മാത്രമേ നമ്മളെ പ്രശ്നത്തിന് ബാക്കി അങ്ങോട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതല്ല, പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കലാണ് അതിന്റെ ഫസ്റ്റ് പടി. ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതാണ് മറ്റവർ പറയുന്നത്, നമ്മൾ ഇതിനെപ്പറ്റി ഉണ്ടെന്ന് പറയരുത്, മിണ്ടരുത്, അതവിടെ അങ്ങനെ നിന്നോട്ടെ. നിങ്ങൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സഹിച്ച് മിണ്ടാതിരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അലമ്പുണ്ടാക്കുക. ഇവിടെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന സമയമാണ്. ഈ ശ്മശാനത്തിലൊക്കെ ഭയങ്കരമായ ശാന്തതയുണ്ട്.
നമ്മളിപ്പോ ഏതൊരു ശവക്കോട്ടയ്ക്കകത്തോട്ട് പോയാലും ശ്മശാനത്തിലേക്ക് പോയിക്കാൻ ഭയങ്കര ശാന്തതയാണ്. അങ്ങനത്തെ ഒരു ശാന്തതയല്ലല്ലോ നമുക്കിവിടെ വേണ്ടത്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷമാണ് നമ്മൾ ശാന്തത ഉണ്ടാക്കേണ്ടത്, ശാന്തി ഉണ്ടാക്കേണ്ടത്. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് കുറച്ചുപേരുടെ ആവശ്യവും, അത് പരിഹരിക്കാതെ അങ്ങനെ തന്നെ അതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് വേറെ ചിലരുടെയും കൂടെ ആവശ്യമാണ്. ഈ ജാതി ഇവിടെ ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ജാതി ഇവിടെ നിൽക്കുന്നത് ഈ ആൾക്കാർക്ക് ഇത് ആവശ്യമുണ്ടായത് കൊണ്ടാണ്. അതായത് സംവരണം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ സംവരണം വേണം, അതുകൊണ്ട് ജാതി പോവാൻ ഇവരങ്ങ് സമ്മതിക്കുന്നില്ല. ഇവർക്കാണ് ഇല്ല ഈ നിർബന്ധം, ഈ ജാതി നിലനിർത്തണമെന്നുള്ള നിർബന്ധം ഇവർക്കാണ്. അപ്പൊ ഇതിന്റെ റൂട്ട് കോസിലേക്ക് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ രണ്ട് ജാതികൾ തമ്മിൽ സ്റ്റാറ്റസിന്റെ അകത്തൊരു പ്രശ്നമുണ്ട്. ആ സ്റ്റാറ്റസിന്റെ പ്രശ്നം വരുന്നത് കൊണ്ടാണ് ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഒരേ സ്റ്റാറ്റസ് ആണ്, ഈ പ്രശ്നമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്റ്റാറ്റസ് പ്രശ്നം ഉണ്ടാവുന്നത് രണ്ടുപേര് തമ്മിൽ? അപ്പൊ ഓരോ ജാതികളെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് വെർട്ടിക്കലായിട്ടാണ്, മുകളിലായിട്ടാണ്. രണ്ട് ജാതി ഒരേ ലെവലിലല്ല നിൽക്കുന്നത്. അഥവാ ഏതെങ്കിലും ചില ജാതികൾ ഒരേ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ചിലപ്പോൾ ചില വിവാഹങ്ങളൊക്കെ നടന്നോളും തന്നെ. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, തന്നെ നടന്നോളും. അങ്ങനെ ചില ജാതികളുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ ഒരു പേര് പറയുന്നു, വേറെ സ്ഥലങ്ങളിൽ ഒരു പേര് പറയുന്നു, പക്ഷെ അവർ രണ്ടും തമ്മിൽ ഒന്നാണെന്ന് ചില ബോധ്യങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം വിവാഹം കഴിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ ചില ജാതികൾ തമ്മിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റാറ്റസ് തമ്മിൽ നിലനിൽക്കുന്ന വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ഇതിന്റെ ഘടന ഇങ്ങനെയാണ്. അതായത് ഒന്നിന് മുകളിലായിട്ടാണ് ഈ ജാതിയുടെ ഘടനയെ ഈ ഇവരുണ്ടാക്കിയിരിക്കും, സമൂഹത്തിൽ നിലനിൽക്കുന്നത് അങ്ങനെയാണ്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ വിഭാഗത്തിനാണ് നമ്മൾ ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ തന്നെ ചില സബ് കാസ്റ്റുകളുണ്ട്. എങ്കിലും ആ വിഭാഗത്തിന് അവരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ അതിന് താഴെയുള്ള വിഭാഗങ്ങൾ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരിലുള്ള ഒരു വിഭാഗങ്ങൾ, പിന്നെ ഇങ്ങനെ താഴോട്ട് ജാതികളുടെ സബ് കാസ്റ്റുകളിലേക്ക് പോകുമ്പോൾ ഓരോരുത്തർക്കും അതിന്റെ മുകളിൽ നിൽക്കുന്നവരുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജാതിക്ക് അവര് സെപ്പറേറ്റ് ആയിട്ടൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നിടത്തോളം കാലം തൊട്ട് താഴെയുള്ളവർ വേറൊരു ഗ്രൂപ്പാവും. കാര്യം മുകളിലിരിക്കുന്ന ആൾക്കാർ അതിനകത്തോട്ട് ആരെയും കടത്തുന്നില്ലെന്നുണ്ടെങ്കിൽ അവരൊരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ആയാൽ തൊട്ട് താഴെ നിൽക്കുന്നവന് പിന്നെ അവന്റെ സ്റ്റാറ്റസ് അവന് സംരക്ഷിക്കണം. അതുകൊണ്ട് താഴെ ഉള്ളവനെ കൂട്ടാതെ അവൻ സെപ്പറേറ്റ് ആവും. അങ്ങനെ മുകളിലുള്ളവൻ രണ്ടുപേരും സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ മൂന്നാമത്തേന് തോന്നി ഇനിയും താഴെ ഉള്ളവനെ ഞാൻ എന്റെ കൂടെ എടുക്കുന്നില്ല, ഞാൻ സെപ്പറേറ്റ്. അവരും ക്ലോസ്ഡ് ആവും. അങ്ങനെ ക്ലോസ്ഡ് ഗ്രൂപ്പായിട്ട് താഴേക്ക് പോകും. മുകളിൽ നിൽക്കുന്നവൻ ഓപ്പൺ ആക്കിയാൽ അതിനേക്ക് എല്ലാവർക്കും പ്രവേശനം കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പൊളിയും. ജാതിയെ നമുക്ക് പൊളിക്കാൻ പറ്റും. ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി, അതിനകത്തോട്ട് എല്ലാവരും വന്നാൽ ഓക്കെയാണ്. ഇതിനെ നമുക്ക് തകർക്കാൻ പറ്റും. കാരണം എല്ലാവരും കൂടി അതിലേക്ക് വരുമ്പോൾ പിന്നെ ഈ സ്റ്റാറ്റസ് പ്രശ്നമുണ്ട്. അതെല്ലാവരും അവരുമായിട്ട് വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നു. നാളെ മുതൽ ഇന്ത്യയിലെ ബ്രാഹ്മണ സമൂഹം എല്ലാ ആൾക്കാരുമായിട്ട് വിവാഹം കഴിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുകയാണ്. അവരെല്ലാവരുമായിട്ട് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതവർ ചെയ്യില്ല. അപ്പൊ ഇതിനെ നിലനിർത്തുന്നത് ആരാണ്? താഴെയുള്ളവരാണോ ഏറ്റവും മുകളിൽ നിൽക്കുന്നവരാണ്? ഏറ്റവും മുകളിൽ നിൽക്കുന്നവർ വിചാരിച്ചാൽ മാത്രമേ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം അവിടെയാണ് ഇതിന്റെ ഈക്വലൈസിങ് മെക്കാനിസം വർക്ക് ചെയ്യേണ്ടത്. അവിടെയാണ് ഈക്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്ഷത്രിയൻ പറഞ്ഞാലും ഈ സംഭവം ക്ഷത്രിയനും ബ്രാഹ്മണനും പിന്നെ ബാക്കി നിൽക്കും. ക്ഷത്രിയൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഓപ്പൺ ആക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാലും അവിടെ രണ്ടെണ്ണം പിന്നെ നിലനിൽക്കും. മുകളിലിരിക്കുന്നതെന്ന് മാത്രമായിട്ട് ഞാൻ ഇതിന്റെ എല്ലാത്തിനും ഓപ്പൺ ആക്കാന്ന് പറഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം സോൾവ് ആകത്തുള്ളൂ. അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റാത്തത്? ഒന്നാമത്തെ കാര്യം, അവർക്ക് അവരുടെ രക്തശുദ്ധി, വംശശുദ്ധി എന്ന് പറയുന്ന ഒരു ബോധമുണ്ട്. അവർ ഇന്ത്യക്കാരല്ല, അത് അവർക്കും അറിയാം, ചരിത്രം അറിയാവുന്നവർക്കും അറിയാം.
അവർ ഇന്ത്യയിൽ ഒരു അധിനിവേശത്തിന് വന്നവരാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭൂവിഭാഗം, നമ്മൾ ഇന്ന് പറയുന്ന പഴയ ജംബുദ്വീപ എന്ന് പറയുന്ന ഈ ഭൂവിഭാഗം സ്വന്തമാക്കാനും ഇവിടുത്തെ എല്ലാ വിഭവങ്ങളും കൈക്കലാക്കാനും ഈ പ്രദേശം തന്നെ അവരുടെ ആധിപത്യത്തിലാക്കാനും വേണ്ടി വന്നതാണ്. അല്ലാതെ ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് ലയിച്ചു ചേർന്ന് ഒന്നാവാൻ വന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് വന്നപ്പോൾ തന്നെ അവർ പ്രത്യേക ഒരു വർണ്ണമായി, അവർ പ്രത്യേക ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പായി. അപ്പൊ മറ്റുള്ള വിഭാഗക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് ഇവർക്കൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവരെയും ഇവരങ്ങ് ഡിവൈഡ് ചെയ്യും. അല്ലാതെ ഇവര് മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ആകുക, മറ്റ് വലിയൊരു ഭൂരിപക്ഷം ഇവര് 3% ഉള്ളൂ, ബാക്കിയുള്ള 97% ഒറ്റ ഗ്രൂപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് പണിയാണ്, അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഓരോരുത്തരെയും സെപ്പറേറ്റ് ആക്കി. ആദ്യം വർണ്ണവ്യവസ്ഥ മാത്രമാണ് ഉണ്ടാക്കിയത്. അക്കാലത്ത് ഇവിടെ നിന്നിരുന്ന രാജവംശങ്ങളെ കൂട്ടുപിടിച്ച് അവരെ സ്വാധീനിക്കണമല്ലോ. അവർക്ക് കൊണ്ട് പ്രത്യേക ഒരു പദവി കൊടുത്തു. ബ്രാഹ്മണന്റെ തൊട്ട് താഴെയുള്ള ഒരു പദവി കൊടുത്തു. ക്ഷത്രിയ എന്ന് പറയുന്ന ഒരു പദവി കൊടുത്തു. ഇന്ത്യക്കാരായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള രാജാക്കന്മാർ. കാരണം നമ്മൾ എവിടെ പോകുമ്പോഴും അവിടെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരെ കയ്യിലെടുക്കണമല്ലോ, എന്നിട്ട് വേണമല്ലോ ബാക്കിയുള്ള നമ്മുടെ അജണ്ട നടപ്പാക്കാൻ. അങ്ങനെ അവരെ കസ്റ്റഡിയിലെടുത്തു, അവരെ ഒരു വൈശ്യരാക്കി. ഇവരുടെ കൂടെ തന്നെ വന്ന ആൾക്കാരെ കൊണ്ട് അവര് കച്ചവടത്തിന്റെ ഭാഗം കുത്തകയാക്കി, വൈശ്യരാക്കി, മറ്റവരെ ക്ഷത്രിയരാക്കി, ഒരു വൈശ്യരാക്കി. ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരെ ശൂദ്രരാക്കി. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ ശൂദ്രമായിട്ടുള്ള ഓരോരുത്തർക്കിടും ചെയ്യുന്നോണ്ടിരുന്ന ജോലികൾക്ക് പല പല സ്റ്റാറ്റസുകൾ കൊടുത്ത് അവരെ ഒരു ജാതി വ്യവസ്ഥ ഉണ്ടാക്കാനായിട്ട് അതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നവർ. ഓരോ ജോലിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ അറപ്പും വെറുപ്പും ഒക്കെ കൊണ്ട് ഓരോ ജോലിക്കും ഓരോരോ പദവി കൊടുക്കുക. പക്ഷെ അന്ന് അതിന് കൃത്യമായ ഒരു നിബന്ധന ഉണ്ടാക്കിയിട്ടില്ല. പിന്നീട് മനുസ്മൃതി വരുമ്പോഴാണ് അതിന് തന്നെ കൃത്യമായ ഒരു സംവിധാനം, എഴുതപ്പെട്ട സംവിധാനം ഉണ്ടായിട്ടാണ് ജാതി വ്യവസ്ഥയ്ക്കൂടെ ഒരു കൃത്യമായ ഒരു ഗ്രന്ഥം അതിനു വേണ്ടി ഉണ്ടാവും. പക്ഷെ ആ മനോഭാവം അവർക്ക് അന്നും ഉണ്ടായി. പിന്നീട് ഒരു കാലഘട്ടത്തിൽ എത്തിയപ്പോ തദ്ദേശീയരായിട്ടുള്ള രാജാക്കന്മാരെ മുഴുവൻ അവര് അട്ടിമറിച്ച് അവരുടേതായിട്ടുള്ള ആൾക്കാരെ ആ സ്ഥാനങ്ങളിൽ ഇരുത്തിയാണ് അവർ പിന്നീട് സവർണരായിട്ടുള്ള ക്ഷത്രിയരെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ അശോകനും ചന്ദ്രഗുപ്ത മൗര്യനും ബുദ്ധന്റെ അച്ഛനായ ശുദ്ധോധനനും കോസല രാജാവായിരുന്ന പ്രസേനജിത്തും മഗധ രാജാവായിട്ടുള്ള ബിംബിസാരനും അവരാരും സവർണരായിട്ടുള്ള അല്ലെങ്കിൽ വിദേശത്തുനിന്ന് വന്ന ജനതയുടെ ഭാഗമായിട്ടുള്ള ക്ഷത്രിയരായിരുന്നില്ല, തദ്ദേശീയരായിരുന്നു. ഖേത്തിന്റെ ഉടമകളായിരുന്നു. ഖേത്തിയറാണ് ക്ഷേത്രിയർ എന്നാണ്. ആ നിലത്തിന്റെ അവകാശങ്ങളും നിലത്തിന്റെ ഉടമകളുമായിട്ടുണ്ടായിരുന്ന ആ ജനവിഭാഗമാണ്. കേരളത്തിലാണെങ്കിലും പണ്ട് നമുക്കറിയാവുന്നു പുലയരായിട്ടുള്ള രാജവംശം, ചേര രാജവംശം, 1-ാം ചേര രാജവംശം ഒന്നും സവർണരായിട്ടുള്ള ക്ഷത്രിയരായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ക്ഷത്രിയ എന്ന് പറയുമ്പോൾ സവർണരായിട്ടുള്ള, അതായത് വിദേശത്തുനിന്ന് വന്ന ആൾക്കാരുടെ ലീനിയേജും ബ്ലഡും DNA ഉള്ള ആൾക്കാരെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കത് അങ്ങനെ തന്നെ എടുക്കാം. ക്ഷത്രിയ എന്ന് പറയുന്നത് സവർണരാണ്. അപ്പൊ ഈ വിഭാഗങ്ങൾ ഏറ്റവും മുകളിലിരിക്കുന്ന ആൾക്കാർ തന്നെ അവരുടെ വംശശുദ്ധിയും രക്തശുദ്ധിയും കാരണം അവരൊരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ആവുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന ഈ സിസ്റ്റം പിന്നെ അങ്ങ് നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ പൗരോഹിത്യം എന്ന് പറയുന്ന ആ ജോലിയും അവര് ഓപ്പൺ അപ്പ് ആക്കുന്നില്ല, എല്ലാവർക്കുമായിട്ട് കൊടുക്കുന്നില്ല. ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗക്കാർക്കും നാളെ ശങ്കരാചാര്യന്മാർ ആവാം, പുരിയിലോ കാഞ്ചിയിലോ കേദാർനാഥിലോ ബദ്രിനാഥിലോ വൈഷ്ണോദേവിയിലോ ഒക്കെ തിരുപ്പതിയിലൊക്കെ എല്ലാ കാസ്റ്റുകാർക്കും പ്രീസ്റ്റ് ആവാന്ന് പറഞ്ഞാലും ഈ സ്റ്റാറ്റസിന്റെ പ്രശ്നം അവിടെ അവസാനിക്കും. അതും അവർ സമ്മതിക്കത്തില്ല. അപ്പൊ അവർ ചെയ്യുന്ന ആ തൊഴിലും അവരുമായിട്ട് ആൾക്കാരെ കൂടിച്ചേരാൻ അവർ സമ്മതിക്കാതെ അവർ ക്ലോസ്ഡ് ഗ്രൂപ്പായി ഇരിക്കുന്നതും ആണ് ഇന്ത്യയിൽ ഈ ജാതി വ്യവസ്ഥ ഇങ്ങനെ നിലനിർത്താൻ കാരണം. ഇനി നാളെ അവരുടെ ഒരു ശങ്കരാചാര്യന്മാർ ഇന്ത്യയിലുള്ളവരെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്, നമുക്ക് നാളെ മുതൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ ഈ ഒരു തൊഴിലിനെ അങ്ങ് ഓപ്പൺ ആക്കി കൊടുത്തേക്കാം, എല്ലാ ജാതിക്കാരും വന്ന് കയറട്ടെ. അങ്ങനെ അവർക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ ഗ്രന്ഥങ്ങളിനകത്ത് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഈ ഗ്രന്ഥങ്ങളെ ഇനി മാറ്റാൻ പറ്റില്ല.
ഇവര് 4 പേര് വന്ന് കൂടിയിരുന്ന് തീരുമാനിച്ചാലും മാറ്റാൻ പറ്റില്ല. അതിനുള്ള അതോറിറ്റി അവർക്കില്ല. കാരണം ദൈവം തന്നെ ഒരു കൂട്ടരെ ഇവരെ മുഖത്തുനിന്ന് സൃഷ്ടിച്ചു, വേറൊരു കൂട്ടരെ കയ്യെന്നും കാലേലെന്നും പെരുവിരലെന്നും ഒക്കെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്, ചുമ്മാതെ സൃഷ്ടിച്ചതല്ല. അപ്പൊ ദൈവം അങ്ങനെ പറയുന്ന ഒരു സംഭവം, ഒരു സൃഷ്ടി നടത്തിയതിനെ എതിർത്ത് ഇവർക്ക് എങ്ങനെ ഇതിനെ ഈക്വലാക്കാൻ, തുല്യരാക്കാൻ പറ്റും? ഇവർ വിചാരിച്ചാൽ പറ്റുമോ? പറ്റിയല്ല. ഇന്ത്യയിലുള്ള ബ്രാഹ്മണ സമൂഹം മൊത്തം ഇറങ്ങി വന്നതെന്ന് പറയുക, ഞങ്ങൾ ഇത്ര നാൾ ഞങ്ങൾ ചെയ്ത് തെറ്റിപ്പോയി, ഞങ്ങളിത് മാറ്റാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മാറ്റും ഇവര്? ഇവർക്ക് അതിനുള്ള അതോറിറ്റി എവിടെയാ? ദൈവമായിട്ട് ചെയ്തതിനെ ഇവർക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അങ്ങനെ മാറ്റിയ ഇതുവരെ ചെയ്തതിന്റെ ഒക്കെ പ്രായശ്ചിത്വം ആര് ചെയ്യും? ദൈവത്തെ ധിക്കരിച്ച് ഇവരുടെ ഗ്രന്ഥങ്ങളെ മുഴുവൻ ഇവർക്ക് തിരുത്താൻ പറ്റുമോ? എല്ലാ ഗ്രന്ഥങ്ങൾക്കകത്തും ബ്രാഹ്മണൻ എന്തായിരിക്കണം, മറ്റുള്ളവർ എന്തായിരിക്കണം, ബ്രാഹ്മണനോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം, ബ്രാഹ്മണൻ ആരൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കണം, ബ്രാഹ്മണന് ദാനങ്ങൾ ചെയ്യണം, ബ്രാഹ്മണന് ഇന്ന് കൊടുക്കണം, അത് കൊടുക്കണം, ഇങ്ങനെ ബ്രാഹ്മണന്റെ ഗുണഗണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചറും ബേസ് ചെയ്താണ് എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത്. അതിപ്പോ രാമായണമായാലും മഹാഭാരതമായാലും ഭഗവത്ഗീതയായാലും ഉപനിഷത്തുകളായാലും ബ്രാഹ്മണങ്ങളായാലും ആരണ്യങ്ങളായാലും മറ്റു പുരാണങ്ങളായാലും ഭവിഷ്യപുരാണം അല്ലാത്ത പുരാണം എന്നൊക്കെ പറഞ്ഞു, പിന്നെ ശ്രുതികളായാലും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇവരുണ്ടാക്കിയിരിക്കുന്ന തന്ത്രസമുച്ചയം പോലുള്ള പ്രാക്ടിക്കൽ ഗ്രന്ഥങ്ങളായാലും എല്ലാത്തിനകത്ത് ഇത് തന്നെയാ പറയുന്നു. ഇത് മുഴുവൻ ഇവർക്ക് ചുട്ടുകരിക്കാൻ പറ്റും, എന്നിട്ട് പുതിയത് മൊത്തം എഴുതാൻ പറ്റും. പുതിയതായിട്ട് തന്നെ ഒരു സിസ്റ്റം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളും ചെയ്തത് മുഴുവൻ എവിടെ പോയി? ഇത്രയും നാൾ ഈ ആൾക്കാരുടെ മുഴുവൻ വിദ്യാഭ്യാസം തടഞ്ഞു വെച്ചതും, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ വളരാൻ അനുവദിക്കാതിരുന്നതും, അവരെ കൊല ചെയ്തതും, അവരെ കൂട്ടക്കൊല ചെയ്തതും, അവരുടെ നിന്ന് ഭൂമി എടുത്തുകൊണ്ട് പോയതും, അവരെ ഇത്രയും പിന്നോക്കമാക്കിയതിന്റെ ഒക്കെ പ്രായശ്ചിത്തം ആര് ചെയ്യും? അപ്പൊ ഇതിനെ ഇവർക്ക് പോലും ഇനി മാറ്റാൻ പറ്റില്ല. ആ സമയത്താണ് നാരായണഗുരു നമ്മളോട് പറയുന്നത്, ഇതിനെപ്പറ്റി പറയരുത്, ചിന്തിക്കരുത്, മിണ്ടരുതെന്ന് പറഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞു. എങ്ങനെ പോകും? ഫെയിലായി പോയ ഒരു ട്രീറ്റ്മെന്റ് ആണ് നാരായണഗുരുവിൻ്റെത്. ആ നവോത്ഥാനമാണ് ഇവിടെ ഭയങ്കരമായി നടന്നു, ഇവിടെ ഉഴുതുമറിച്ചു, അതുകൊണ്ട് ഇവിടെ എല്ലാ ജാതി പോയി എന്ന് മറ്റവര് പറയുന്നത്. അത് വർക്കായില്ല എന്നുള്ളത് നാരായണഗുരുവിന്റെ സ്വയം ബോധ്യമായി. അദ്ദേഹത്തിന്റെ ആ ട്രീറ്റ്മെന്റ് ഇത്രയും ചെറിയ ചില പുറത്തോടുള്ള ചില വിക്സ് പരത്തലുകൾ കൊണ്ട്, നമുക്ക് തലയ്ക്കകത്തൊരു ട്യൂമർ ഉണ്ട്, ആ ട്യൂമറിനെ നമ്മൾ ചെറുതായിട്ട് വിക്സ് പരട്ടിയാലൊന്നും അത് പോവില്ല. അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെ നമ്മൾ കൊടുക്കും. അപ്പോ വേടൻ ഈ പ്രശ്നത്തെ പറ്റി മുമ്പോട്ട് ഉന്നയിച്ചിട്ടുണ്ട്. പ്രോബ്ലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഈ അസുഖം മാറിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയുകയാണ്. എല്ലാവരും മിണ്ടാതെ ഈ അസുഖവുമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സമൂഹം. ചികിത്സ ഫലിക്കാതെ, ശരിയായ ചികിത്സ കിട്ടാതെ ഈ അസുഖവുമായിട്ട് അങ്ങ് ജീവിക്കുകയാണ് മിണ്ടാതെ. അതിൻ്റെ ഇടയ്ക്കാണ് ഒരാൾ വന്ന് പറയുന്നത്, ഈ പ്രശ്നം ഇവിടെ നിൽപ്പുണ്ട്, ഈ അസുഖം ഇവിടെ നിൽപ്പുണ്ട്, ഇതിനിവിടെ മര്യാദക്കുള്ള ട്രീറ്റ്മെന്റ് നടന്നിട്ടില്ല, ഫലിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് തുറന്നു പറയുന്നത്. അതാണ് ഇപ്പൊ ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്, ഇവർക്ക് ആ കൂടി പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ആരും മിണ്ടാതെ അസുഖമായിട്ട് പൊരുത്തപ്പെട്ട് അതിനെ സഹിച്ച്, അതിന്റെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നപ്പോ ഇവിടെ ഒരുത്തൻ കിടന്ന് ഇവിടെ ഈ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് വെട്ടി വിളിച്ച് പുറത്തേക്ക് പറയുന്നു, ആൾക്കാരോട് പറയുന്നു, ആൾക്കാരുടെ പുതിയ തലമുറയെ അത് ബോധവാന്മാരാക്കുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ടത്, വേറെ ഏതെങ്കിലും നല്ല ഡോക്ടർ ഉണ്ടോ? ഈ അസുഖത്തിന് ചികിത്സിച്ച ഡോക്ടർമാർ വേറെ ആരെങ്കിലും ഉണ്ടോ? ആ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് നമ്മുടെ കേരള സമൂഹം ഉപയോഗിച്ചിട്ടുണ്ടോ?
ആ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് നമ്മുടെ കേരള സമൂഹം എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്? ആ ഡോക്ടറുടെ ചികിത്സയെ കേരളത്തിലെ ഈ സമൂഹം ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? അതോ ഈ ചികിത്സ ഫലിക്കാത്ത നവോത്ഥാന നായകന്മാരുടെ ട്രീറ്റ്മെന്റ് മതിയോ? നവോത്ഥാന നായകന്മാർക്ക് തന്നെ അറിയാം അവരുടെ ചികിത്സ ഫലിച്ചില്ലെന്ന്. എന്നാ പിന്നെ ഇതുമായിട്ട് അങ്ങനെ ജീവിക്കാം, ഇനി ചികിത്സയൊന്നും വേണ്ട എന്ന് മതിയോ? അതല്ല, ഇത് മാറ്റണം. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് ഇവരൊക്കെ കൊടുത്ത ട്രീറ്റ്മെന്റിനേക്കാളും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുകയും കൃത്യമായിട്ട് ഈ അസുഖത്തിനെ കൃത്യമായി പരിശോധിക്കുകയും അതിന് കൃത്യമായ മറുമരുന്ന് കാണുകയും ചെയ്ത ഒരു വ്യക്തി, ഒരു ഡോക്ടർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് ആർക്കും ഈ ഡോക്ടറുടെ അത്ര ഈ പ്രശ്നത്തെ കൃത്യമായി പരിശോധിക്കാനോ ഡയഗ്നൈസ് ചെയ്യാനോ അതിന്റെ കൃത്യമായ ട്രീറ്റ്മെന്റ് കണ്ടെത്താനോ പറ്റിയില്ല. അതുകൊണ്ടാണ് അവരൊക്കെ ഫെയിൽ ആയിപ്പോയത്. പക്ഷെ ഇദ്ദേഹം കൃത്യമായിട്ട് പ്രശ്നം കൃത്യമായിട്ട് എന്താണെന്ന് കണ്ടെത്തി അതിന്റെ ചികിത്സ കൊടുത്തു തുടങ്ങി. പക്ഷെ അതിന് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഇന്ത്യ മൊത്തം ആ ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കാനുള്ള സാവകാശവും സമയവും കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് അതിന്റെ വാക്സിൻ ഡെവലപ്പ് ചെയ്തു. പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കി വാക്സിനും ഡെവലപ്പ് ചെയ്തു. അതിനി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ മിടുക്ക്. അതിനെ ഏത് രീതിയിൽ എത്ര കൃത്യമായിട്ട് അതിനെ നമ്മൾ ഇനി ഉപയോഗിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ള അവശേഷിക്കുന്ന ഏക കാര്യം. അതിന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ റൂട്ട് പ്രശ്നം മനസ്സിലാക്കി ഇതിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇതിന്റെ ഈ ചട്ടക്കൂട് എഴുതി വെച്ചിട്ടുണ്ട്, അതിനെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെളിവെള്ളം കുടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അസുഖം ഉണ്ടാവുന്നുണ്ട്. ആ ചെളിവെള്ളത്തിന്റെ അകത്തുള്ള ചെളിയെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അസുഖവും മാറണം. അങ്ങനെ ഉണ്ടെങ്കിലുള്ള ഒരേ ഒരു വഴി ആ വെള്ളം കുടിക്കാതെ വേറെ ശുദ്ധമായ വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമാണ്. ആ ചെളി അടങ്ങിയിരിക്കുന്ന വെള്ളത്തിനകത്ത് ചെളി മാറ്റാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്നാ വെള്ളം കുടിക്കുകയും വേണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ശുദ്ധമായ വെള്ളം വേറെ ഉണ്ടോ തപ്പിയെടുക്കുക, കുടിക്കുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ പോരായ്മകളോ ഉണ്ട്, അതിനെ മാറ്റി നിങ്ങൾ അതിനെ ക്ലിയർ ആക്കുക, കുടിക്കുക. അദ്ദേഹം മനസ്സിലാക്കി ഇതിനകത്തുള്ള ഈ ഗ്രന്ഥങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്കെന്നല്ല, ബ്രാഹ്മണർ വിചാരിച്ചാൽ പോലും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അതിനകത്ത് നിന്നുകൊണ്ടിട്ട് ഇതിനകത്തൊരു വിപ്ലവം സാധ്യമല്ല. ഇന്ത്യയിലുള്ള ബ്രാഹ്മണർ തന്നെ വിചാരിച്ച, നമ്മുടെ കാര്യം വിട്, ഇന്ത്യയിലുള്ള ബ്രാഹ്മണർ മൊത്തം ഒന്നടങ്ക് ഇറങ്ങി വന്ന് വിചാരിച്ചാലും അവർക്ക് അതിന്റെ ഗ്രന്ഥങ്ങൾ മാറ്റാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഈ പറയുന്ന ഒരു പ്രാണപ്രതിഷ്ഠ നടത്തിയാലോ, ഒരു ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ചാലോ, സ്വന്തമായിട്ട് കുറച്ച് പേരെ അമ്പലങ്ങൾ ഉണ്ടാക്കിയാലോ, അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ കുറെ ആചാരങ്ങൾ ഉണ്ടായിരുന്നു അതിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാലോ, നമ്മുടെ നാട്ടിലുള്ള കുറെ തന്ത്രിമാരെ ഉണ്ടാക്കിയാലോ, നമ്മുടെ നാട്ടിലുള്ള കുറെ പൂജാരിമാരെയും വെച്ച് നമ്മുടെ കുറെ ക്ഷേത്രങ്ങളിൽ കുറെ ആചാരങ്ങൾ നടത്തിയാലോ, അല്ല നമ്മളുടെ പഴയ ചില അനുഷ്ഠാനങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാലോ ഒന്നും ഈ പ്രശ്നം മാറുകയല്ല. വിവാഹം കഴിക്കാനുള്ള തടസ്സം അവിടെ ഒന്നും മാറത്തില്ല. അപ്പൊ പുള്ളിക്കാരൻ കണ്ട ആ ശുദ്ധജലം എന്താണ്, ആ ജലത്തിനകത്തുള്ള പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയാണ് ഈ പറയുന്ന സ്റ്റാറ്റസ് പ്രശ്നം എങ്ങനെയാണ് അദ്ദേഹം കൊണ്ടുവന്ന മെഡിസിനകത്ത്, ആ വാക്സിൻ്റെ അകത്ത് എങ്ങനെയാണ് അതിനെ കാര്യങ്ങളെ ചെയ്യുന്നത്, എങ്ങനെയാണ്
അതിനകത്തെ രീതി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും ഭിക്ഷു ആവാം, ഭിക്ഷു സംഘത്തിലേക്ക് കയറാം, തടസ്സമില്ല. അപ്പൊ ബ്രാഹ്മണൻ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു സംഗതിയെ അവിടെ പൊളിയുക. രണ്ടാമത്, ഏതൊരു ഭിക്ഷുവും ആഹാരം സ്വയം ഉണ്ടാക്കാൻ പറ്റില്ല, മറ്റുള്ള ഉപാസകരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയേ കഴിക്കാൻ പറ്റുള്ളൂ, അവരുടെ കൊടുക്കുന്ന ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബ്രാഹ്മണൻ ഉണ്ടാക്കി വെച്ച ഈ ഭക്ഷണത്തിനകത്തുള്ള ശുദ്ധി അശുദ്ധി അവിടെ പൊളിയുക. ഉപാസകരാരാണെന്ന് നോക്കാതെ ഭിക്ഷു ആഹാരം കഴിക്കണം, ഭിക്ഷു ആരാണെന്ന് നോക്കാതെ ഉപാസകൻ ഭക്ഷണവും കൊടുക്കാം. അതുകൊണ്ടും തീർന്നില്ല. ഏത് ഉപാസകന്റെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും ഭിക്ഷുവിന് ചെല്ലണം, ഭക്ഷണം കഴിക്കണം. ഭിക്ഷു ചിലപ്പോ താഴ്ന്ന ഉപജാതിയിൽപ്പെട്ടതായിരിക്കാം, വിളിക്കുന്ന ഉപാസകൻ ചിലപ്പോൾ ഇച്ചിരി ഉയർന്ന ഉപജാതിയിൽപ്പെട്ടതാകാം. അതിനകത്ത് യാതൊരു കൺസേണും പാടില്ല. വരുന്ന ഭിക്ഷു ആരാണോ അയാളെ അയാളുടെ ഉപചാരപൂർവ്വം അവരെ സ്വീകരിക്കുക. അതുപോലെ ഭിക്ഷു ആണെങ്കിലും ഏതൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവരെ ഉപചാരപൂർവ്വം അവരോട് പെരുമാറുക. ഏതൊരാൾക്കും, ഏത് ഉപജാതിപ്പെടുന്ന ആൾക്കും അവിടുത്തെ മഹാഭിക്ഷു മഹാദേരനാവാം, മഹാദേരനായി കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഭിക്ഷുവാകും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഭിക്ഷു എന്ന് പറയുന്നത് ഒരു പുരോഹിതനുമല്ല, അയാൾ ഒരു ടീച്ചർ മാത്രം. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ദൈവമില്ല, ഒരു പൂജയില്ല, ഒരാരാധനയില്ല. പകരം ഭിക്ഷു പഠിപ്പിക്കുന്നത് എന്താണ്? അവനവന്റെ ഉള്ളിലേക്ക് നോക്കി അവനവന്റെ മനസ്സിന്റെ വർക്കിംഗ് പാറ്റേൺ എന്താന്ന് പഠിച്ചിട്ട് അവനവന്റെ മനസ്സിനകത്ത് അസ്വസ്ഥതകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്ന് മനസ്സിലാക്കി മൈൻഡിന്റെ വർക്കിംഗ് പഠിച്ചിട്ട് ആ വർക്കിംഗ് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് അസ്വസ്ഥതയില്ലാതെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള പഠനം മാത്രമാണ് അയാൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും സ്വതന്ത്രനാവുകയാണ്. അതുപോലെ ഇതിനകത്ത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്, കണ്ടെത്തൽ എന്നല്ല, നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്ന ഒരു അവസ്ഥയാണ് അനാത്മത എന്ന് പറയുന്നൊരു അവസ്ഥ. മനുഷ്യൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അവന്റെ മനസ്സിന്റെ ഭാഗങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ശരീരത്തിന്റെ ഭാഗങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിൽ അത് ഭിക്ഷു ആയാലും കൊള്ളാം, ഉപാസകനായാലും കൊള്ളാം, ആരൊക്കെ ഈ നിരീക്ഷണം നടത്തുന്നുണ്ടോ അവർക്കൊക്കെ മനസ്സിലാവും ആത്മാവെന്ന് പറയുന്ന സംഗതി ഇല്ല, ഞാൻ തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാവുന്നതോടുകൂടി ഞാൻ, എൻ്റെ വംശം, എൻ്റെ രക്തശുദ്ധി, എൻ്റെ വംശശുദ്ധി, എൻ്റെ ജാതി എന്നൊക്കെ ഉള്ളതെല്ലാം അവിടെ അങ്ങ് പൊളിഞ്ഞു പോവുകയാണ്. മാനസികമായിട്ട് ഉള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഞാൻ, എൻ്റെ ശുദ്ധി, എൻ്റെ പ്രത്യേകത, മറ്റൻ അവരൻ, ഈ പറയുന്ന തോന്നലുകളെല്ലാം അവിടെ അങ്ങ് പൊളിഞ്ഞു വീഴുകയാണ്. അതായത് ഏറ്റവും ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിൽ തന്നെ ആ ബോധത്തെ എടുത്ത് ദൂരെ കളയുകയാണ് ഈ അനാത്മത എന്ന് പറയുന്നത്. ഭിക്ഷു സംഘത്തിൽ പോലും ഏതെങ്കിലും ഒരു ഭിക്ഷു ഏതെങ്കിലും ഒരുത്തിനോട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് അനാത്മത മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അയാള് ആ ഭിക്ഷു സംഘത്തിൽ ഇപ്പോഴും നിൽക്കാൻ അർഹനായിട്ടില്ല. പുറത്താക്കാനുള്ള ഒരു ഉപാധിയാണ് അയാൾ, അനാത്മത മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭിക്ഷു സംഘത്തിന്റെ അകത്ത് പോലും അത്തരം വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ അയാളെ എടുത്ത് പുറത്ത് ദൂരെ എറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണത്. അങ്ങനെ ബ്രാഹ്മണൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്ലോസ്ഡ് എൻവയൺമെന്റ്, ആ ഗ്രൂപ്പിനെ മൊത്തത്തോടെ എല്ലാ രീതിയിലും പൊളിച്ചു കളയാനുള്ള വാക്സിനാണ് ഇപ്പുറത്ത്. അതിന്റെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള സാധനമാണ് ഇപ്പുറത്ത്. ബ്രാഹ്മണൻ എന്തൊക്കെ ഇതിനെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയോ അതിനെല്ലാം ഒന്നൊഴിയാതെ ഓരോന്നിനും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്പോസിംഗ് ആയിട്ടുള്ള ഒരു വാക്സിനാണ് ഇപ്പുറത്തുള്ളത്. ഇപ്പൊ കേരളത്തിലെ തന്നെ ഒരു എക്സാമ്പിളില് കുറവരോ പുലയരോ പറയരോ നായാടിയോ ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും
അവരെല്ലാവർക്കും ഒരേപോലെ തന്നെ ഈ പറയുന്ന ഗുരുസ്ഥാനത്ത് എത്താൻ പറ്റുകയും എല്ലാവരുടെയും ഗുരുക്കളായി മാറാനും പറ്റുമെന്ന് പറയുമ്പോൾ തീർന്നില്ലേ അവിടെ? ആദ്യം തന്നെ അത് പൊളിയുക. പിന്നെ നമ്മുടെ മനസ്സിൽ തോന്നുക പിന്നെ ഏത് ജാതി ആയാലും എന്താ, എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാത്തൊരു കാര്യം നമ്മുടെ മനസ്സധികം വെച്ചുകൊണ്ടിരിക്കില്ല. ഒരു സംഗതി കൊണ്ട് മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സ് അതിനെ സൂക്ഷിക്കത്തുള്ളൂ. എന്ത് പേരായാലും പിന്നെ അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല, പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു എഫക്റ്റും ഇല്ലാതെ വന്നു കഴിയുമ്പോൾ അത് തന്നെത്താൻ കളയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ചില ഉപജാതികൾ സ്റ്റാറ്റസിൽ വ്യത്യാസം ഇല്ലാത്തവർ തമ്മിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ അങ്ങ് ലയിക്കുവാണ് എന്ന് പറയുന്നത് പോലെ പരസ്പരം ഈ ജനതയുടെ വിവാഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ആ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിസോൾവ് ആയി ലയിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് അദ്ദേഹം കൊണ്ടുവന്ന വാക്സിനകത്തുള്ളത്. അപ്പൊ കൃത്യമായിട്ട് ഇതിന്റെ മനസ്സിന്റെ അടിത്തട്ടിന്റെ ഉള്ളിലുള്ള ആ പ്രശ്നത്തെ കൂടെ നുള്ളിയെടുത്ത് കളയാനുള്ള സംഗതികൾ, മനസ്സിന്റെ അകത്തുള്ള അത്തരം ബോധങ്ങൾ, അത്തരം മിഥ്യാധാരണകളെ കൂടിയെടുത്ത് കളയാനുള്ള അത്രയും ഭയങ്കര ഡീപ്പായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ ഡോക്ടർ നമുക്ക് തരുന്നത്. അപ്പൊ ഏത് ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടത്? പക്ഷെ ആ ട്രീറ്റ്മെന്റ് കേരളത്തിലുള്ള ആൾക്കാർ എടുത്തിട്ടുണ്ടോ? ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ളവർ ഇതിനെ ഇത്രയും ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടോ? അവർ ഈ പ്രശ്നം പറഞ്ഞ് പ്രശ്നമുണ്ടെന്ന് ദിവസവും പറയുന്നതല്ലാതെ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ആക്ഷൻ പ്ലാൻ പറയുന്നുണ്ട്. ചെളിക്കുണ്ടിൽ നിന്നോണ്ടിട്ട് എന്റെ കാലം ചെളി പറ്റുന്നേന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ട്. ചെളിവെള്ളം ദിവസം കുടിച്ചുകൊണ്ട് എന്റെ അസുഖം മാറുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് പരിതപിച്ചിട്ട് കാര്യമുണ്ട്. അവിടെ ഒരു ആക്ഷൻ എടുക്കണം. അതിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. വേടന് മുഴുവൻ എല്ലാത്തിൻ്റെയും ആക്ഷൻ എടുത്ത് തരാൻ, അല്ലെ അതിന്റെ അവസാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും വേടന്റെ പുറത്തില്ല. ആ പ്രശ്നത്തിനെ ആൾക്കാരുടെ മുമ്പിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് നിലനിൽക്കുന്നുണ്ട്, ഇത് പോയിട്ടില്ല എന്ന് പറയുന്നിടം വരെ മാത്രമേ ഇപ്പം വേടൻ എത്തിയിട്ടുള്ളൂ. നാളെ അദ്ദേഹം അതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷെ അങ്ങനെ ഒരാളെ, ഒരു മിശിഹായെ നോക്കിയല്ല ഇവിടെ ഇരിക്കേണ്ടത്. കാരണം നേരത്തെ ഈ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ച ആള്, അതിനെ വാക്സിനൊക്കെ എടുത്ത് റെഡിയാക്കി തന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതി. ഇനി അത് ഉപയോഗപ്പെടുത്തുന്നതിന് ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് ഇത്ര വരെ കാണിച്ചു തന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് ഇനി അതും കൂടെ എനിക്ക് ചെയ്തു തന്നു കഴിഞ്ഞാൽ ഞാൻ പോകാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും എന്നും പറഞ്ഞ് പുറകോട്ട് മാറിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. പലരും അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ശരിയാക്കിയിട്ട് എല്ലാം സെറ്റപ്പും എല്ലാം ആക്കി കേരളത്തിലെല്ലാം ഒരു എന്താ പറയാ വിഹാരമൊക്കെ ഉണ്ടാക്കി, ഭിക്ഷു സംഘത്തിനൊക്കെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം സാർ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം, അങ്ങനെ പറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, വരും തലമുറയ്ക്ക് ഈ പ്രശ്നം ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്നാലാവത് ഞാൻ എന്തൊക്കെ ചെയ്യണം, നമുക്ക് അതിനകത്ത് കൂട്ടായ്മയായിട്ട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇല്ലാത്ത ഓരോരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണ് ഒരു സമൂഹം ലോകത്തിൽ വിജയിക്കുന്നത്. അല്ലാതെ ഒരു മിശിഹ ഇങ്ങനെ ഇറങ്ങി വരട്ടെ, എനിക്കെല്ലാം കെട്ടി നൂലെ കെട്ടി ഇറക്കി തരട്ടെ, അന്നേരം ഞാനിത് കഴിച്ചോളാം എന്ന് പറഞ്ഞിരുന്നാൽ ആരും ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണമെന്ന് കൂട്ടായി എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനകത്തൂടെ ഉള്ള ഓരോരോ അപാകതകൾക്കും ആ കൂട്ടം തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തും. അങ്ങനെയാണ് പ്രപഞ്ചം. എല്ലാത്തിനും പ്രപഞ്ചം പരിഹാരം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്.
അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരു കൃത്യമായ ഒരു 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 വാക്സിൻ അദ്ദേഹം എടുത്ത് തന്നിട്ടുമുണ്ട്, പ്രശ്നത്തിനുള്ള പരിഹാരവും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ ഇനി നമ്മളുടേതായ രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാം. അതിനകത്ത് ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ തന്ന വാക്സിന്റെ അകത്തും ചെളി കലർത്താൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ ചെളിയെ കൂടെ നമ്മൾ അരിച്ചു കളയണം, ഫിൽട്ടർ ചെയ്ത് കളയണം. ശുദ്ധമായിട്ടുള്ളത് എടുക്കാവുള്ളൂ. അതിനകത്ത് പൂജയും ആരാധനയും പ്രാർത്ഥനയും കുത്തിക്കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അതും വൃത്തികേടാവും. നമുക്ക് വേണ്ടുന്നത് കൃത്യമായ അഷ്ടാംഗമാർഗമാണ്. ഒന്നിനെയും ആശ്രയിക്കാതെ അവനവനെ തന്നെ ആശ്രയിക്കാനുള്ള ഒരു സാധനമാണ് നമുക്ക് ബുദ്ധൻ തന്നിട്ടുള്ളത്. അത് മാത്രമേ നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ദുഃഖത്തിന്റെ കാരണം, അതിന്റെ പരിഹാരം, അതിനുള്ള മാർഗം, ഇത്രയും കാര്യങ്ങൾ കൃത്യമായ അഷ്ടാംഗ മാർഗത്തിൽ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു വാചകം കൂടെ, 2-3-4 വാചകം കൂടെ പറഞ്ഞു. ഇത് കേവലം പരിപൂർണമാണ്, കേവലം പരിശുദ്ധമാണ്. മൗലികമായി തന്നെ ഇത് കംപ്ലീറ്റ് ആണ്, ഇത് പരിശുദ്ധമാണ്. ഇതിനകത്ത് ഒരു വാക്കോ വരിയോ ഒരു സാധനമോ ഒരു കൺസെപ്റ്റോ കൂട്ടിച്ചേർക്കേണ്ടതില്ല, ഒന്നും കുറയ്ക്കേണ്ടതുമില്ല, കംപ്ലീറ്റ് ആണ്. കാര്യം എന്താ? അത് അദ്ദേഹം ഉണ്ടാക്കിയതല്ല, അത് പ്രപഞ്ചത്തിന്റെ നിയമത്തിനെ തന്നെയാണ് അദ്ദേഹം നമ്മൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ബുദ്ധന്റേതായ ഒരു കൺസെപ്റ്റും ധമ്മത്തിന്റെ അകത്തില്ല. കൃത്രിമമായിട്ട് അദ്ദേഹം സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു കൺസെപ്റ്റും അതിനകത്തില്ല. ഒരു അഭിധമ്മ പിടകം എന്ന് പറയുന്ന സാധനം ഉണ്ട്, അത് അദ്ദേഹം പറഞ്ഞതല്ല. അദ്ദേഹത്തിന് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അത് ആഡ് ചെയ്യുന്നത്. അതിന്റെ ഉത്തരവാദി അദ്ദേഹമല്ല. അദ്ദേഹം തന്ന 2 സാധനങ്ങളാണ്, സുപ്തപിടകവും വിനയപിടകവും. എന്നിട്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് ഇത് കംപ്ലീറ്റ് ആണ്, ഇത് പെർഫെക്റ്റ് ആണ്, പരിപൂർണമാണ്. അതുപോലെ തന്നെ പിന്നെയും പറഞ്ഞു, നിങ്ങൾ ഈ ധമ്മത്തെ മാത്രം ആശ്രയിക്കുക, മറ്റൊന്നിനെ, ഒരാളെ, ഒരു ശക്തിയെ, ഒരു ബോധിസത്വനെ, ഒരാളുടെ അതീന്ദ്രിയ ശക്തികളെ, ഒരു അവലോകിതേശ്വരനെ, ഒരു മഞ്ജുശ്രീയെ, ഒരു താരാദേവി, ഒരു മൈത്ര, ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിനെയും വേണ്ട നമുക്ക്. നീ നിന്റെ ബുദ്ധനാവുക, നീ നിന്റെ വെളിച്ചമാവുക, നിന്റെ മനസ്സിനെ നീ മനസ്സിലാക്കുക, പഠിക്കുക, കൃത്യമായിട്ട് നീ നിന്നെ കൺട്രോൾ ചെയ്യുക. ക്ലീനാണ്. ആ യാനം, ഈ യാനം, മറ്റേ യാനം, മറിച്ച യാനം, ഇതൊന്നും ഈ യാനങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞു തന്നിട്ടില്ല. ധമ്മം മാത്രമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അവസാനം 22 പ്രതിജ്ഞയ്ക്കകത്ത് എവിടെയെങ്കിലും ഞാൻ ഇന്ന യാനത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ബുദ്ധന്റെ അഷ്ടാംഗ മാർഗങ്ങൾ ഉപയോഗിച്ച് ഞാൻ എന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തു എന്ന് പറയുന്നത് എനിക്കൊന്ന് 11ാമത്തെ പ്രതിജ്ഞയാണ്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പത്രക്കാരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുതിയൊരു യാനത്തിന്റെ പേര് കൊടുത്താൽ നിങ്ങൾ ന്യൂ യാനം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നവയാനം എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇതിനങ്ങനെ ഒരു പേരൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ബുദ്ധന്റെ ധമ്മ എന്താണോ ആക്ച്വൽ സാധനം, നമുക്ക് അതിലേക്കാണ് പോകേണ്ടത്. കാരണം അതിന് മാത്രമേ ഈ വാക്സിൻ ഉള്ളൂ. അനാത്മ എന്ന് പറയുന്ന സംഗതി അതിനകത്തേ ഉള്ളൂ. നിങ്ങൾ ബുദ്ധനെ പറഞ്ഞ ഒരു 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 വിഗ്രഹം വെച്ച് നിങ്ങൾ അതിനെ പൂജിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അനാത്മപിടുത്തം കിട്ടത്തില്ല. അനാത്മപിടുത്തം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് ഫുൾ കൺട്രോൾ കിട്ടത്തുള്ളൂ മൈൻഡിന്റെ. അത് വലിയ കാര്യമൊന്നുമല്ല. ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം മെനക്കെട്ടാ കിട്ടുന്ന കാര്യവും ഏതൊരാൾക്കും. ചിലർ പറയുന്നുണ്ട് ബുദ്ധമതം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണോ, അത് നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന കാര്യമാണോ? അദ്ദേഹം ആരെയൊക്കെയാണ് ഇതാക്കിയത്, ഭിക്ഷുവാക്കിയത്? ഏറ്റവും ആദ്യം സോപകൻ, തോട്ടിപ്പണിക്കാരനാണ്, തൂപ്പുകാരൻ. ഉപാലി ക്ഷുരകന, ബാർബറാണ്. അങ്കുലിമാല കൊള്ളക്കാരനും കള്ളനുമായിരുന്നു, കൊലപാതകിയായിരുന്നു. അമ്രവാലി വേശ്യ. ഭട്ടാചാര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർക്ക് പകുതി ഭ്രാന്തായിരുന്നു. കിസാ ഗൗതമി, അവർക്കും പകുതി ഭ്രാന്തായിരുന്നു.
എന്നിട്ട് അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേ പാടുള്ളൂ, പാലിയിൽ വേണമെന്ന് പറഞ്ഞു. സംസ്കൃതത്തിൽ എഴുതണമെന്ന്, സംസ്കൃതത്തിൽ ചൊല്ലണമെന്ന് പറഞ്ഞ് കുറെ പേര് നിർബന്ധിച്ചു. അദ്ദേഹം പറഞ്ഞു ആ ഡിമാൻഡും കൊണ്ട് ഇനി ആരെങ്കിലും വന്നാൽ അത് കുറ്റമായിട്ട് കണക്കാക്കും ഞാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു. എന്തിനാണത് പറഞ്ഞത്? സാധാരണക്കാർക്ക് മനസ്സിലാവുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഏവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഏവർക്കും അവനവന്റെ ബുദ്ധനാവാൻ പറ്റുന്നതാണ്. അത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ സാധനമാണ്. അപ്പൊ സിമ്പിൾ ആയിട്ടൊരു സാധനം നമുക്ക് തന്നിട്ടുകൊണ്ട് എങ്ങനെ ഈ ചട്ടക്കൂട്ടിൽ നിന്ന്, ഈ ചെളിക്കുണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ചെളിവെള്ളം കുടിക്കുന്നതിനകത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ പട്ടിക്കൂട്ടിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കണം, സ്വതന്ത്രരാവണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാതെ അവിടെ തന്നെ നിന്നുകൊണ്ടിട്ട് ഇതിനെപ്പറ്റി മറന്ന്, ഇതിനെപ്പറ്റി മിണ്ടാതെ, ഇതിനെപ്പറ്റി ശബ്ദിക്കാതെ, ചിന്തിക്കരുത്, പറയരുത്, ചോദിക്കരുതെന്ന് പറഞ്ഞാലൊന്നും ഈ സാധനം പോകത്തില്ല. ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് കടക്കണം. വൈ ഗോ ഫോർ കൺവേർഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രബന്ധം തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നതിനാണ്. ഇതല്ല നിങ്ങളുടെ മുമ്പിൽ വേറെ ചോയ്സ് ഇല്ല. ഇതിനകത്ത് നിന്ന് ഇതിന്റെ ഗ്രന്ഥങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഗ്രന്ഥങ്ങളെ നിങ്ങൾക്ക് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് നിൽക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. ഇല്ല. ആ ബ്രാഹ്മണത്വത്തിന്റെ പൗരോഹിത്യത്തിനകത്ത് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കയറാൻ പറ്റുന്ന ഒരു സിസ്റ്റം അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജാതി അതിനകത്ത് നിന്ന് പോവില്ല. ഇനി മറ്റു വേറെ കുറെ കാരണങ്ങളും ഉണ്ട് ഇതിന്. വളരെ പെട്ടെന്ന് ഞാൻ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് അതുകൂടെ പറയാം. സിന്ധു നദിയുടെ സംസ്കാരം നശിപ്പിക്കുന്നത് എന്തിനാണ് ആര്യന്മാർ വരുന്നത്? കാരണം ആര്യന്മാരുടെ വരവോടുകൂടിയാണ് സിന്ധു നദിയുടെ സംസ്കാരം നശിപ്പിക്കപ്പെടുന്നത്. സൈന്ധവത്തിൽ നിലനിന്നിരുന്ന പ്രധാന ദർശനം എന്ന് പറയുന്നതിൽ 4-5 ദർശനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ബൗദ്ധമായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, ബുദ്ധന് മുമ്പും ബൗദ്ധമതം എങ്ങനെ ഉണ്ടാവാനാണ്? ബുദ്ധൻ എന്ന് പറയുന്നത് 28ാമത്തെ ബുദ്ധനാണ്, അറിയപ്പെടുന്നതിൽ 28ാമത്തെ ആളാണ്. അതിന് മുമ്പ് ആ ബൗദ്ധ പരമ്പര അവിടെ ഉണ്ട്. അതിന്റെ അംശങ്ങളും അതിന്റെ ശിലാലിഖിതങ്ങളും അവശേഷിപ്പുകളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പൂർവ്വബുദ്ധന്മാരെ പറ്റിയുള്ള സൂക്തങ്ങള് പല ഗ്രന്ഥങ്ങളിലുണ്ട്. അശോകന്റെ തന്നെ ചില സ്തൂപങ്ങളിനകത്ത് അദ്ദേഹത്തെ മുമ്പുണ്ടായിരുന്ന ബുദ്ധന്മാരെ പറ്റിയുള്ള ലിഖിതങ്ങളുണ്ട്. അവിടെ നിലനിന്ന പ്രധാനപ്പെട്ട തത്വദർശനമാണത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ പ്രതിവിപ്ലവം അവിടെയാണ് നടക്കുന്നത്. വന്നു അധിനിവേശക്കാർ വരുന്നു, അവരുടെ മതം ഇവിടെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു, ആൾക്കാർ എടുക്കുന്നില്ല, ചെലവാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സാധനങ്ങൾ എല്ലാവരും അടിച്ചു വികലമാക്കുക, വെടക്കാക്കി തനിക്കാക്കുക, നശിപ്പിച്ചു. എന്നിട്ട് പിന്നെ അവരുടെ ഈ യാഗങ്ങളെ യജ്ഞങ്ങളെ പിന്നെയും രണ്ടാമത് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു. അപ്പോഴത്തേക്ക് ബുദ്ധൻ 28ാമത്തെ ബുദ്ധൻ വരുന്നു, അതിനെ അദ്ദേഹം എറിയുന്നു. അത് പിന്നെ അശോകന്റെ കാലം വരെ അത് പ്രബലമായി നിൽക്കുന്നു. അശോകന് ശേഷം പുഷ്യമിത്ര ശുംഗന്റെ നേതൃത്വത്തിൽ ബ്രാഹ്മണർ രണ്ടാമത് തിരിച്ചു അട്ടിമറി നടത്തുന്നു. രണ്ടാമത് പിന്നെയും പ്രതിവിപ്ലവം നടത്തുന്നു. അങ്ങനെ ബുദ്ധമതത്തെ നശിപ്പിക്കുന്നു. പിന്നെയും വേദങ്ങളെ ഇതിനെ കൊണ്ടുവരുന്നു. ബുദ്ധമതത്തിനെ തന്നെ ഹിന്ദുവൽക്കരിക്കുന്നു, ബ്രാഹ്മണവൽക്കരിക്കുന്നു, മഹായാനമാക്കുന്നു. അതിനുശേഷം മഹായാനക്കാരും വേദ ബ്രാഹ്മണരും കൂടെ ഒന്നിച്ച് ഒരു സാധനമാക്കി ശങ്കരാചാര്യരുടെ നേതൃത്വത്തിലാകുമ്പോൾ രണ്ടും കൂടെ കമ്പൈൻഡ് ആവുന്നു. ഇപ്പോഴത്തെ ഹിന്ദുമതമാകും. ഇനി അതിനുശേഷമാണ് ബാബാ സാഹിബ് രണ്ടാമത് ഇതിനെ തിരിച്ചു പിടിക്കാൻ നോക്കുക. അപ്പൊ ചരിത്രപരമായിട്ട് തന്നെ ഇന്ത്യയിൽ ഈ ബൗദ്ധവും ബ്രാഹ്മണവും തമ്മിലുള്ള ഫൈറ്റാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയത്തിലൂടെ ഒന്നും അല്ല പരിഹാരം. ഇന്ത്യയിൽ രാഷ്ട്രീയം ഒന്നും ഇതുവരെ ചർച്ച ചെയ്ത രഞ്ജിത്ത് ആദ്യത്തെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, ഇന്ത്യയിൽ രാഷ്ട്രീയം ഒന്നും ചർച്ച ചെയ്യാനുള്ള സമയം പോലും ആയിട്ടില്ല ഇതുവരെ. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെല്ലാം മാറി. ജീവിതം, ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, തൊഴില്, ഗതാഗതം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കാനുള്ള സമയം പോലും ഇന്ത്യയിൽ ആയിട്ടില്ല. അതൊക്കെ വരുമ്പോഴാണ് യഥാർത്ഥ രാഷ്ട്രീയം വരുന്നത്. ഇവിടെ മതത്തിന് പേരുള്ള ഗുസ്തി കഴിഞ്ഞിട്ടില്ല. അന്ന് ആ സിന്ധു നദീതടത്തിൽ തുടങ്ങിയ അജണ്ടയാണ് ഇന്ത്യ പൂർണ്ണമായിട്ട് ഓക്കുപ്പൈ ചെയ്ത് സവർണന്റെ പിടിയിൽ എത്തിക്കുക എന്നുള്ളത്. ഇന്നും പൂർണ്ണമായിട്ടില്ല. അവരിപ്പോഴും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പല രീതിയിലല്ല, ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ. കേരളത്തിലെ ഗവർണർ തന്നെ അയാളുടെ ഓഫീസിനകത്തൊക്കെ ആ പറയുന്ന അവരുടെ ഐഡിയയിലുള്ള ഭാരതാംബയെല്ലാം കൊണ്ടുവന്ന് അവരുടേതായിട്ടുള്ള രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുമ്പോൾ, ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നു. 400 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഭരണഘടനയുടെ മാറ്റിയിരുന്നെങ്കിൽ കംപ്ലീറ്റ് കഴിഞ്ഞാനെ. പക്ഷെ പറ്റിയില്ല. അപ്പൊ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുവാണ് ഈ ഫൈറ്റ്. ഇതൊന്ന് തീർന്നിട്ട് വേണമല്ലോ രാഷ്ട്രീയം പറയാനായിട്ട്. ഇന്ത്യയിൽ ഇപ്പോഴും അധികാരം എന്ന് പറയുന്നത് ഈ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഫൈറ്റാണ്. ബൗദ്ധം കൃത്യമായിട്ട് ബൗദ്ധത്തിൻ്റെതായ ഒരു പ്യുവർ രൂപത്തിൽ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അതിന്റെ അംശങ്ങൾ, അതിനകത്തുള്ള ആ മൂല്യങ്ങൾ മറ്റ് പല രീതിയിലും ആൾക്കാരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് പൂർണ്ണമായിട്ടും ഈ ബ്രാഹ്മണത്വത്തിന് ഇന്ത്യക്കാരെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താൻ പറ്റാത്തത്. ബൗദ്ധം മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തുല്യത, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, കരുണ, സഹാനുഭൂതി, പരസ്പര സ്നേഹം, മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ. അങ്ങനെയുള്ളവരാണ് നമ്മൾ ഈ ലിബറൽ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ അംബേദ്കറേറ്റ് ആയിട്ട് വരുന്നവരൊക്കെ ആ രീതിയിൽ വരുന്നതാണ്. അത് പൂർണ്ണമായിട്ടും ബൗദ്ധം എന്ന് പറയുന്ന ദർശനത്തെ പൂർണ്ണമായിട്ടും മുമ്പോട്ടേക്ക് കൊണ്ടുവന്ന് എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് പ്യൂറായിട്ട് കൊണ്ടു തന്നിട്ടില്ല. ബാബാ സാഹബ് അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടേ ഉള്ളൂ. നമുക്കത് പൂർത്തീകരിക്കേണ്ടതായിട്ട് ബാക്കിയുണ്ട്. അതായത് നമ്മൾ ഈ ഭരണഘടനയ്ക്കകത്ത് പറയുന്ന ആ ദർശനങ്ങൾ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എല്ലാം ഒരു മതപരമായ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫിലോസഫി ആയി, ഒരു സമൂഹത്തിന്റെ ഒരു ഫിലോസഫി ആയിട്ട് തന്നെ അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാബാ സാഹബ് പറഞ്ഞത് ഇന്ത്യ എനിക്ക് ബുദ്ധമയമാക്കണം. പക്ഷെ അതിനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയില്ല. ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഇതേ തത്വങ്ങൾ അടങ്ങുന്ന ഒരു സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ ഫിലോസഫിയും കൂടെ ഇന്ത്യയിലെ ജനത്തിനെ കൊണ്ട് അംഗീകരിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ അസമത്വത്തിന്റെ, തുല്യതയില്ലായ്മയുടെ, വിവേചനത്തിന്റെ, ജാതിയുടെ, വർണ്ണത്തിന്റെ ഫിലോസഫിയെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ ഇന്ത്യയിൽ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അതിനുശേഷം മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള പൊളിറ്റിക്സ് പോലും ഇന്ത്യയിൽ വരത്തുള്ളൂ. ചിലർ പറയുന്നത് കേൾക്കുന്നത് ഭയങ്കര തമാശാണ്. അത് രാഷ്ട്രീയ അധികാരമാണ് നമ്മുടെ മോചനത്തിന്റെ ഏറ്റവും പ്രധാനം. അതും ബാബാ സാഹബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊളിറ്റിക്സ് ആണ് ഇവിടെ വേണ്ടതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതേ ബാബാ സാഹബ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു രാഷ്ട്രീയ അധികാരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സാമൂഹിക അടിത്തറ ഉണ്ടാക്കണം. നമ്മുടേതായിട്ടുള്ള നമ്മുടെ സാംസ്കാരിക സാമൂഹികമായ ഒരു അടിത്തറ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയത്തിൽ അധികാരികളാവാൻ പറ്റത്തുള്ളൂ. സാമൂഹിക ജീവിതത്തിൽ ജാതിയിലും പെട്ട് അടിമയായിട്ട് നിന്നുകൊണ്ടിട്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ മാത്രം ഒന്ന് ഭരണവർഗം ആവാന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നത്? പാർലമെന്റിൽ MP, MLA അല്ലെങ്കിൽ മന്ത്രിയൊക്കെ ആയതിനു ശേഷം സ്വന്തം ഗ്രാമത്തിലേക്ക് വരുമ്പം അവൻ മറ്റേ ജാതിക്കാരനെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് അധികാരി വർഗമായി എന്നായി പറയുന്നു? നമ്മൾ ശരിക്കും ഇതിന്റെ ഒന്ന് ഫണ്ടമെന്റൽസിലേക്ക്, ഇതിന്റെ അടിസ്ഥാനത്തിലേക്ക് ഒന്ന് ചിന്തിക്കുകയോ ഡീപ്പായിട്ട് അതിനെ അനലൈസ് ചെയ്യുകയോ വിശകലനം ചെയ്യുകയോ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനോ നമ്മൾ ശ്രമിക്കുന്നില്ല. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അവരുടെ നാട്ടിൽ എന്ത് വിലയുണ്ടെന്നായി പറയുന്നു? ഈ രാഷ്ട്രപതി ഉദ്യോഗം കഴിഞ്ഞ് അവർ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നാട്ടിൽ എന്ത് വിലയുണ്ടെന്ന്? അല്ലെങ്കിൽ പൂനെയിലുള്ള ഒരു ചിത്പാം രാവിന്റെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്ത് വിലയുണ്ട്? അപ്പം അതിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പൊളിറ്റിക്സ് കൊണ്ട് നമുക്ക് എല്ലാം സോൾവ് ചെയ്യാന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ പവർ ഇസ് എ മാസ്റ്റർ കീ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സോഷ്യലി ശക്തരാവണം. അല്ലാതെ ഒന്നും പൊളിറ്റിക്കൽ പവർ കിട്ടത്തില്ല. സോഷ്യൽ പവർ കിട്ടിക്കഴിയുമ്പോൾ താനേ പൊളിറ്റിക്കൽ പവർ കയ്യിൽ വരും എന്നുള്ളതാണ് സത്യം. അപ്പം വേടൻ ഇപ്പൊ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഇത് പ്രശ്നങ്ങൾ അംബേദ്കർ ഇതിനുള്ള പരിഹാരങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ അത് എടുക്കുന്നില്ല. ആ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അത് ഉപയോഗപ്പെടുത്താതെ നമ്മളിങ്ങനെ കിടന്ന് ഇതിനകത്ത് തന്നെ നിന്ന്, ഈ ചെളിക്കുണ്ടിൽ തന്നെ നിന്ന് വട്ടം കറങ്ങി എനിക്ക് വേദന എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചൊറിയുന്നുണ്ട്, എനിക്ക് നാറ്റം വരുന്നുണ്ട് എന്ന് പറഞ്ഞു കിടന്നിട്ട് കാര്യമൊന്നുമില്ല.
അപ്പൊ നമ്മള് ആ ചെളിവെള്ളം കുടിക്കുന്നത് നിർത്തുക, ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത്, അല്ലാതെ ഇതിന് വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. അപ്പൊ ആരും, സത്യം പറഞ്ഞ ആൾക്കാർ ആരും ഒരു 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 ഡീപ്പായിട്ട് ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചങ്ങ് പോവാണ്. പിന്നുള്ള ഒരു വാദമാണ്, അവനവനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അവനവന് കൊള്ളാം, അതുകൊണ്ട് ഈ പറയുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും 10 കാശ് ഉണ്ടാക്കാൻ നോക്കും. മിക്കവാറും നമ്മളൊക്കെ വീടുകളിൽ നിന്ന് കേൾക്കുന്ന ഒരു ആർഗ്യുമെന്റ്. ഇതിങ്ങനെ ചാക്രികമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അടുത്ത ജനറേഷനും അതിന്റെ അടുത്ത ജനറേഷനും ഒക്കെ ഇത് അനുഭവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല 2 അസുഖം വന്നു കഴിഞ്ഞാൽ ഈ കാശ് ഉണ്ടാക്കിയ സാധനങ്ങൾ അപ്പത്തീരും. ഉണ്ടാക്കി വെച്ച സമ്പാദ്യം മുഴുവൻ ഒറ്റയടിക്ക് പോകാൻ ഒരു നല്ല അസുഖം വന്നാൽ മതി. പൈസ ഉണ്ടാക്കണ്ടെന്നല്ല, പൈസ ഉണ്ടാക്കണം, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതുവരെ സ്വതന്ത്രരാവാത്ത, മനുഷ്യാവകാശങ്ങൾ കിട്ടാത്ത, അടിമത്തം മാറാത്ത ഒരു സമൂഹമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കേണ്ടത് നമ്മൾ. അല്ലാതെ എല്ലാം സമഞ്ജസമായി, എല്ലാം മറ്റേ ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ എല്ലാം സബൂറായി സലാമത്തായി അങ്ങനെ പറഞ്ഞിട്ട് ജീവിക്കാറായിട്ടില്ല നമ്മൾ. ഒരു ഭരണഘടന നമ്മുടെ മുമ്പിൽ തന്നു, കുറച്ച് വോട്ടും ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ടില്ല. നമ്മുടെ അടിമത്തം അങ്ങനെയൊക്കെ തന്നെ നിൽപ്പുണ്ട്. റിലാക്സ് ചെയ്യാൻ നമുക്ക് സമയമായിട്ടില്ല. ചരിത്രത്തിൽ അങ്ങനെയാണ്, ചില തലമുറകൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. അവർ റിലാക്സ് ചെയ്താൽ അടുത്ത് പിന്നെ വരുന്ന തലമുറയ്ക്കൊന്നും പിന്നെ ജീവിതം ഉണ്ടാവില്ല. അപ്പൊ ഓരോ തലമുറയ്ക്കും ചില ദൗത്യങ്ങളും ചില ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. അവർ ചെയ്യുന്നതിന്റെ ഫലമാണ് അതിന്റെ അടുത്ത തലമുറ അനുഭവിക്കുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ ചില മുൻ തലമുറകൾ റിലാക്സ് ചെയ്തതിന്റെ ഫലമാണ്. നമുക്ക് ചില ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാബാ സാഹബ് റിലാക്സ് ചെയ്യാതെ രാത്രി പകലാക്കിയിരുന്ന് കുത്തിയിരുന്ന് എഴുതിയതിന്റെയും പഠിച്ചതിന്റെയും പറഞ്ഞതിന്റെയും ഫലമാണ് നമ്മളിപ്പോ ഇത്രയെങ്കിലും നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ മേലാത്ത നമ്മുടെ ഈ ഫാമിലിയിലുള്ള ചില ആൾക്കാരുടെ പറയുന്ന ചില ഈ എന്താ പറയാ പുറകോട്ട് ഇങ്ങനെ അല്ല നമ്മൾ മുമ്പോട്ട് കാര്യങ്ങളെ തീരുമാനിക്കും. അവർക്കോ ഒന്നും അറിയത്തില്ല, അവർക്കൊന്നും അറിയുകയും വേണ്ട. അവർ മറ്റുള്ള ആൾക്കാരോട്ട് പറയുന്നു കൊടുക്കാൻ അവർക്ക് കേൾക്കാനും താല്പര്യമില്ല, പറയാനും താല്പര്യമില്ല. അങ്ങനെയുള്ളവരെ കൊണ്ട് ഈ സമൂഹത്തിന് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരായി മാറണം. നമുക്ക് ചുമതലയുണ്ട്, നമ്മുടെ പുറത്ത് ഒത്തിരി വലിയ ചുമതലയുണ്ട്, നമുക്ക് എക്സ്ട്രാ ചുമതലകളുണ്ട്. നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും വേണം. അതിനോടൊപ്പം നമുക്ക് സമൂഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യണം. എല്ലാം കൂടെ നമുക്ക് അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് ഉയർന്നാൽ മാത്രമേ നമുക്ക് കൊണ്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ ബാബാ സാഹബ് ഒരാളെ പറ്റി മാത്രം കണക്കാക്കുക. എത്ര ആയിരക്കണക്കിന് ബ്രെയിനിന്റെ കാര്യങ്ങളാ ഒരു മനുഷ്യൻ ഒറ്റയടിക്ക് ചെയ്തു. അദ്ദേഹം ചെയ്തതിന്റെ ഒരു 100-ലൊന്ന് ഓരോരുത്തരും നമ്മൾ ചെയ്താൽ മതി. അപ്പൊ വേടം പറഞ്ഞിരിക്കുന്ന ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ബാബാ സാഹബിന്റെ കയ്യിൽ കൃത്യമായ പരിഹാരങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. നമ്മളത് ആ ട്രീറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുക. അതിനകത്ത് ഇനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എല്ലാവരും കൂടി പരിഹരിക്കുക, മുമ്പോട്ടേക്ക് പോവുക. ഇതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ള കാര്യങ്ങൾ. നമുക്ക് ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ചയിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അഭിപ്രായങ്ങളുണ്ടെങ്കിലോ ചോദ്യങ്ങളുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി.